ग्राउंड पे बैठ जाओ, ग्राउंड पे। Air defense system at Lahore has been neutralized. പ്രകോപനത്തിന്റെ ഭ്രാന്തൻ വഴികൾ തേടുകയാണ് പാകിസ്ഥാൻ. ലേ മുതൽ സർക്രീക്ക് വരെയുള്ള 36 കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തി ഇന്നലെ രാത്രി. രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനമൊക്കെയും നിഷ്പ്രഭമാക്കിയിട്ടും അടങ്ങുന്നില്ല അയൽക്കാരന്റെ അഹങ്കാരം. സകല മര്യാദകൾ ലംഘിച്ചാണ് അതിർത്തിയിൽ കനത്ത ഷെല്ലാക്രമണം. പാവങ്ങളെ, നിരപരാധികളെ കൊന്നൊടുക്കലാണ് തെമ്മാടി രാഷ്ട്രം. കനത്ത തിരികൊടുക്കുമ്പോഴും എസ്കലേഷൻ വർദ്ധിപ്പിച്ച ഒരു യുദ്ധത്തിലേക്ക് ഞങ്ങളില്ല എന്ന് ആവർത്തിക്കുന്നുണ്ട് ഇന്നും രാജ്യം. ക്ഷമിച്ചാലും പിന്നെയും പ്രകോപനം ഉണ്ടാക്കി ചോദിച്ചു വാങ്ങുന്നു പാകിസ്ഥാൻ. പ്രതീക്ഷിക്കണോ ഒരു പൂർണ്ണ യുദ്ധം? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. ശ്രീ ജോൺ ബ്രിട്ടാസ് എം പി, ഡോക്ടർ മോഹൻ പിള്ള, ശ്രീ എൻ വി നായർ, ശ്രീ മോഹൻ വർഗീസ്, കേണൽ ഡിന്നി, ശ്രീ പി ജെ വിൻസൻ എന്നിവർ ചർച്ചയിൽ. ആദ്യം ഞാൻ ശ്രീ ബ്രിഗേഡിയർ മോഹൻ പിള്ളയിലേക്ക് ഒന്ന് പോകുന്നു. ശ്രീ മോഹൻ പിള്ള, ഏറ്റവും ഒടുവിൽ നമ്മളൊരു വാർത്താ സമ്മേളനം കണ്ടു. ആ വാർത്താ സമ്മേളനത്തിൽ ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രമേ ഈ വാർത്താ സമ്മേളനങ്ങളിൽ പറയുന്നുള്ളൂ. മാത്രമല്ല ചോദ്യങ്ങളും ചുരുങ്ങിയ ചോദ്യങ്ങളും. അതുകൊണ്ട് ഇന്നലെ നമ്മുടെ F-16 JF-17 വിമാനങ്ങൾ വെടിവെച്ചിട്ടതിനെക്കുറിച്ചോ അല്ലെങ്കിൽ പൈലറ്റുമാർ കസ്റ്റഡിയിലുള്ളതിനെക്കുറിച്ചോ ചോദ്യങ്ങൾ ഉണ്ടായാലും അതിലിപ്പോഴും ഒരു സ്ഥിരീകരണമോ വ്യക്തത ഉണ്ടായിട്ടുമില്ല. അത് ചിലപ്പോൾ ചില കാര്യങ്ങൾ പുറത്തു പറയാൻ കഴിയാത്തതുകൊണ്ടുമാകണം. ശ്രീ മോഹൻപിള്ള, പക്ഷേ ഇപ്പോഴും ഈ സമയവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സേനാ മേധാവിമാരുമായി ചർച്ച നടത്തുകയാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ പല ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും സംയുക്ത സേനാ മേധാവിയും കര, വ്യോമ, നാവികസേനാ മേധാവിമാരുമായി ചർച്ച, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായി ചർച്ച, പ്രധാനമന്ത്രി അമിത്ഷാ, പ്രധാനമന്ത്രി രാജ്നാഥ് സിംഗ് ചർച്ച. ഈ ഒരു ദിവസത്തെ ഈ ചർച്ചകളുടെ പാറ്റേൺ കണ്ടാൽ നമ്മളെന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടോ ശ്രീ മോഹൻപിള്ള? ഹാഷ്മി, ഈ ഡിസ്കഷൻ, അതായത് നമ്മൾ ചില കാര്യങ്ങളൊന്നും ഇനിയും പുറത്ത് പറയാനായിട്ട് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ ഈ പൈലറ്റുകളെ ക്യാപ്ചർ ചെയ്തതാണെങ്കിലും നമ്മൾ അതുപോലെ തന്നെ അവിടെ അവരുടെ ഫൈറ്റർ ജെറ്റുകൾ വെടിവെച്ച് ഇട്ടതാണെങ്കിലും അത് ഓഫ് കോഴ്സ് മേ ബി ദെയർ ഉണ്ടാവാം. പക്ഷേ അത് പറയേണ്ടിയ സമയത്തെ പറയുള്ളൂ. കാര്യം അവർ പൊതുവെ ഒരു പ്രൊപഗണ്ട വാറിലോട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ അവർ ക്രോസ് ഓവർ ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ. നമ്മൾ വളരെ വൈസായിട്ടാണ് ഡിസിഷൻ എടുക്കുന്നത്, അല്ലെങ്കിൽ തീരുമാനം. അവർ പറയുന്ന മാതിരി, അതായത് നാക്കിന് എല്ലില്ലാത്തതുപോലെ എന്തും വിളിച്ചു പറയുന്ന ഒരു രീതി നമുക്കില്ല. അതുകൊണ്ട് അത് ലെറ്റ് ഇറ്റ് ബി ഓൺ വൺ സൈഡ്. അത് റിയൽ ആണെന്നുണ്ടെങ്കിൽ അറ്റ് ദി ഏർലിയസ്റ്റ് വി വിൽ ഡെലിവർ ടു ദ പബ്ലിക്. ദർ ഇസ് നോ ഡൗട്ട് ഇൻ ടു ഇറ്റ്. അതാണ് ഒരു കാര്യം. രണ്ടാമത്, ഇത് ഒരു സൈലൻസ് എന്നുള്ള രീതിയിൽ, കാര്യം ഇന്നലെ നമ്മൾ ഡിസ്കഷൻ കഴിഞ്ഞതിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ടായിരുന്നു അവരുടെ ആ പ്രൊവോക്കേഷൻ ഉണ്ടായത്. അപ്പം ആ പ്രൊവോക്കേഷൻ വളരെ ശക്തമായ രീതിയിൽ, ലൈക്ക് ഇസ്രയേൽ അയൺ ഡോം ഉള്ള രീതിയിൽ, അതിലുപരിയായിട്ട് നമ്മൾ അതിനെ പ്രതിരോധിച്ചു. ആ പ്രതിരോധം ഒരു കാരണവശാലും അവർക്ക് ആക്സെപ്റ്റബിൾ അല്ലായിരുന്നു. അതിനെ മറയ്ക്കാൻ, ആ ജാള്യത മറയ്ക്കുവാൻ ആയിട്ട് അവർ ഏർലി മോർണിംഗിലും വീണ്ടും അറ്റാക്ക് ചെയ്തു. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്. ജാംനഗർ മുതൽ ഇൻക്ലൂഡിങ്, ഇഫ് യു റിമെമ്പർ, ബട്ടിണ്ട ജനറലി ഓൾവേസ് സേസ് ബട്ടിണ്ട എന്ന് പറയുന്നത്. ബട്ടിണ്ടയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ ഇന്ത്യയിലെ തന്നെയല്ല, ഏഷ്യയിലെ വേണമെങ്കിൽ പറയാം, ഏറ്റവും വലിയ റെയിൽവേ ജംഗ്ഷനുള്ള ഒരു സ്റ്റേഷനാണ് ബട്ടിണ്ട. അതുപോലെ ഒരു മെയിൻ മിലിറ്ററി സ്റ്റേഷനുമാണ്. അപ്പം അങ്ങനെ ഉള്ള സ്ഥലങ്ങൾ അവർ കറക്റ്റായിട്ട് ഇയർമാർക്ക് ചെയ്ത് മിലിറ്ററി ഇൻസ്റ്റലേഷൻ ബേസിക്കലി അവർ എയിം ചെയ്തപ്പോൾ തീർച്ചയായിട്ടും അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു തിരിച്ചടി, അല്ലെങ്കിൽ അവർ മിഷൻ അക്കംപ്ലിഷ് ആവാതെ, അവരുടെ ഒരസ്ത്രവും ഫലിക്കാതെ തിരിച്ചു പോകേണ്ടി വരും, അല്ലെങ്കിൽ നന്നേ പരാജയപ്പെടേണ്ടി വരും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ ഇപ്പോൾ ഇതുവരെയും നടക്കുന്നത് കാശ്മീർ ഡ്രോൺ വാർഫെയർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ല മിസൈൽ വാർഫെയർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.
ഒരു ഇനിഷ്യൽ സ്റ്റേജ് എന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് എക്സാക്റ്റ് ആയിട്ടുള്ള ഫയർ പവർ ഇതുവരെ ഡെമോൺസ്ട്രേഷനോ അല്ലെങ്കിൽ ഇതുവരെ ആയിട്ടില്ല. ഫയർ പവർ എക്സാക്റ്റായിട്ട് പ്ലേ ചെയ്യുമ്പോഴാണ് ഈ രണ്ട് സൈഡിലും കാഷ്വാലിറ്റി റേറ്റുകളും അതുപോലെ തന്നെ എഫക്ട്സും ഡാമേജസും ഒക്കെ കൂടുതലുണ്ടാവുന്നത്. ഇത് ഡ്രോൺ വാറാണ് ഇതുവരെ നമുക്ക് പറയാൻ കഴിയും നടന്നിട്ടുള്ളത് ബേസിക്കലി. അപ്പോൾ അവരെ ആ ഒരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ അവർ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അവരുടെ ഡിഫൻസ് ബഡ്ജറ്റിലൂടെ ധാരാളം പടക്കോപ്പുകൾ ഓഫ് കോഴ്സ് ചൈനീസാണ്. പക്ഷേ അത് കൂടാതെ തന്നെ US-ൻ്റെ ഉണ്ട്. ചൈനീസിൻ്റെ പർച്ചേസിന് മുമ്പായിട്ട് തന്നെ US-ൻ്റെ കുറേ അവർ അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം കൂടാതെ ഇപ്പോൾ തുർക്കി ഡ്രോണുകളൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മൾ യുദ്ധത്തിൽ അല്ലെങ്കിൽ ഒരു തന്ത്രമുണ്ട്, നെവർ എവർ അണ്ടർ എസ്റ്റിമേറ്റ് എനിമി എന്നാണ്. ഈവൻ ഭൂട്ടാൻ നമ്മളുമായിട്ട് യുദ്ധത്തിന് വന്നാൽ പോലും നമ്മൾ ഭൂട്ടാൻ്റെ ശക്തി ഇതൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ കാണുവാൻ പാടില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു രീതി, അതായത് ഒരു മെയിൻ ദുർബലനാണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു ശത്രുവിനെ അറ്റാക്ക് ചെയ്യാൻ വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഉള്ള എന്തെങ്കിലും ചേതോവികാരം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അപ്പം ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഇതിനെ കാണുവാനായിട്ട്. നമ്മൾ ഓഫ് കോഴ്സ് വി ആർ മോർ പവർഫുൾ, വി ഹാവ് ഷോൺ അവർ ഫയർ പവർ, അവർ ഡിഫെൻസീവ് കേപ്പബിലിറ്റി എല്ലാം കാണിച്ചു. ദർ ഇസ് നോ ഡൗട്ട് ഇൻ ടു ഇറ്റ്. ബട്ട് അഗെയിൻ ഐ എം റിപ്പീറ്റിംഗ്, നെവർ എവർ അണ്ടർ എസ്റ്റിമേറ്റ് ദ. ശരിയാണ്. ശത്രു ദുർബലനാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ കൂടിയും അവരെ വില കുറച്ച് കാണരുത് എന്നുള്ളത് യുദ്ധത്തിന് ഞാൻ അങ്ങനെ എത്താം സാർ. അടിസ്ഥാന പ്രമാണം ശ്രീ ജോൺ ബ്രിട്ടാസ് MP, ഇവിടെ ഈ ദിവസങ്ങളിൽ നമ്മൾ യുദ്ധം ആഗ്രഹിക്കരുത്, നമ്മൾ വാർമോങ്കറിങ് നടത്തരുത്, നമ്മൾ യുദ്ധത്തിനെതിരാണ്, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരൊക്കെ യുദ്ധത്തിന് വേണ്ടി കൊതിക്കുന്നവരാണ് തുടങ്ങിയ രീതിയിലുള്ള ഒരുപാട് സാഹിത്യമൊക്കെ വരുന്നുണ്ട്. നമ്മൾ ആരും ഇവിടെ യുദ്ധത്തിന് ആഗ്രഹിക്കുകയോ യുദ്ധം വേണമെന്ന് പറയുകയോ ഒന്നും ചെയ്യുന്നില്ല. ജോൺ ബ്രിട്ടാസ് നോക്കൂ, നമ്മുടെ അയൽക്കാരൻ ഏത് രീതിയിൽ പെരുമാറുന്നു നോക്കൂ. ഇന്നലെ നമ്മുടെ ബൽറാം ഈ മേഖലകളിലൊക്കെ പോയതാണ്. ഈ ഷെല്ലാക്രമണത്തിൽ കൊന്നുതള്ളിയ പാവം സാധുക്കൾ കുട്ടിപ്പോൾ ഇന്ന് 2 കുട്ടികളുടെ കാര്യം പറയുന്ന വാർത്താ സമ്മേളനത്തിൽ കേണൽ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും ഒരുപാട് വീടുകളൊക്കെ തകർത്ത് തരിപ്പണമായി കളഞ്ഞു എന്ന് പറഞ്ഞാൽ താങ്കൾക്കറിയാവുന്നതാണല്ലോ. അപ്പോൾ അങ്ങേയറ്റം പരമസാധുക്കളായ പാവം മനുഷ്യർ ജീവിക്കുന്ന ഈ സ്ഥലമാണ്. അവരുടെ കടകൾ, അവരുടെ ഉപജീവന മാർഗ്ഗങ്ങൾ അതിനെ ഉപയോഗിക്കാൻ കഴിയാത്ത വണ്ണം ധൂളി പടലങ്ങളാക്കി കളഞ്ഞു. അമ്മാതിരി അധാർമിക പണി ചെയ്യുന്ന ഒരു രാഷ്ട്രത്തോട്, അല്ലെങ്കിൽ പ്രകോപനത്തിൻ്റെ പരമാവധി ചെയ്യുന്ന ഒരു രാഷ്ട്രത്തോട് അതിന് മറുപടി കൊടുക്കാതെ പിന്നെ ഒരു രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? ശ്രീ ജോൺ ബ്രിട്ടാസ് MP. സംഘർഷം മൂർച്ഛിപ്പിക്കരുത് എന്നുള്ള വ്യക്തമായ നിലപാടുമായിട്ടാണ് ഇന്ത്യ സർക്കാർ അല്ലെങ്കിൽ ഇന്ത്യയുടെ സേനാദളങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അതേസമയം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അത്യന്തം പ്രകോപിതപരമായിട്ടുള്ള നിലപാടുകളാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇന്ന് പുലർച്ചെ വരെ തുടർച്ചയായിട്ടുള്ള ഷെല്ലാക്രമണങ്ങൾ നമ്മുടെ അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് ആൾക്കാരെ കുടിയൊഴിപ്പിക്കുകയാണ്, പലരും പലായനം ചെയ്യുകയാണ്. ഇപ്പോൾ എനിക്ക് തന്നെ നമ്മുടെ ഈ പഞ്ചാബിലേക്കുള്ള ബഠിണ്ഡ കേന്ദ്ര സർവകലാശാല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മലയാളി വിദ്യാർത്ഥികൾ ബന്ധപ്പെടുന്നുണ്ട്. അവർക്ക് നാട്ടിലേക്ക് പോകണം, തീവണ്ടിയിൽ ടിക്കറ്റ് കിട്ടുന്നില്ല, നമ്മുടെ എയർപോർട്ടുകൾ അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ആ മേഖലയിലുള്ള ജനങ്ങൾക്ക് ദുരിതം വിതറുന്ന രീതിയിലുള്ള പ്രകോപനപരമായിട്ടുള്ള ആക്രമണമാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. മാത്രമല്ല നമ്മുടെ ആരാധനാലയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ പൂഞ്ചിലുള്ള സിഖ് ഗുരുദ്വാര, അതുപോലെ പൂഞ്ചിലുള്ള ക്രൈസ്റ്റ് സ്കൂള്, ആ സ്കൂളിനെതിരെ നടത്തിയ ആക്രമണത്തിൽ 2 കുഞ്ഞുങ്ങൾ മരിച്ചു. അങ്ങനെ നമ്മുടെ ആരാധനാലയങ്ങളെ കൂടി ലക്ഷ്യമിടുന്ന രീതിയിലുള്ള, അതായത് നമ്മുടെ സമൂഹത്തിൽ പ്രതിസന്ധിയും പ്രശ്നങ്ങളും വിഭജനവും ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലുള്ള പ്രകോപനങ്ങളും പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ പോലും ഹാഷ്മിയുടെ ശബ്ദത്തിൽ തന്നെ ഒരുപക്ഷെ നമ്മൾ യുദ്ധജരവും യുദ്ധവെറിയും ഉണ്ടാക്കരുത് എന്നുള്ള ഒരു സൂചനയുണ്ട്. അത് വളരെ ആശ്വാസമാണ്. കേന്ദ്ര സർക്കാർ തന്നെ, എനിക്കറിയാവുന്നതാണ്, വാർത്താ പ്രക്ഷേപണ വകുപ്പ് ചാനലുകൾക്കും സ്ഥാപനങ്ങൾക്കും മാധ്യമങ്ങൾക്കെല്ലാം അഡ്വൈസറി നൽകിയിട്ടുണ്ട്. അതായത് ഒരു തരത്തിലും പ്രകോപനം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ നൽകരുത്, ഫേക്ക് ന്യൂസ് നൽകരുത്, തത്സമയ റിപ്പോർട്ടിങ്ങിൻ്റെ പേരിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറയരുത്, അങ്ങനെ ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാധ്യമങ്ങൾ സംയമനം പാലിക്കണം. ഇപ്പോൾ ഇത് പറയുമ്പോൾ ഞാനെന്നുള്ള വ്യക്തി ഇതിനെ കാണുന്ന ഒരു രീതിയുണ്ട്. അതായത് ഇന്നലത്തെ
സർവകക്ഷി യോഗത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉത്തരവാദിത്വത്തോടെ അഭിപ്രായം പറയുകയും ആ അഭിപ്രായങ്ങളൊക്കെ കേന്ദ്ര സർക്കാർ വളരെ സർഗാത്മകമായിട്ട് ശ്രമിക്കുകയും അത് ഇൻപുട്ടായിട്ട് സ്വീകരിക്കുമെന്ന് പറയുകയും ചെയ്തു. പക്ഷേ അപ്പോൾ പോലും നമ്മളെപ്പോലുള്ള ആൾക്കാർ പറയുന്ന ചില വാക്കുകൾ വളച്ചൊടിച്ച് പലതരത്തിലുള്ള വിദ്വേഷ പ്രചരണത്തിന് ഉപയോഗിക്കുന്നൊരു രീതി ഇന്ന് സംജാതമായിട്ടുണ്ട്. ഇന്ന് വളരെ രസകരമായിട്ടുള്ള ഒരു ട്വീറ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. വളരെ ശരിയാണ്. എന്താ കാരണം വെച്ചാൽ പല ദേശീയ ചാനലുകളും പരസ്പരം മത്സരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇല്ലാത്ത കഥകൾ മെനയുന്നുണ്ട്. വളരെ രസകരമായിട്ടുള്ള ട്വീറ്റിലെ ചില ശകലങ്ങൾ ഞാൻ വായിക്കാം. ഞാൻ കേരളത്തിലെ ചാനലുകളെക്കുറിച്ച് അഭിപ്രായം പറയില്ല. എന്താ കാരണം വെച്ചാൽ കഴിഞ്ഞ 2 ദിവസം കേരളത്തിലെ ചാനലുകൾ ഞാൻ വേണ്ടത്ര രീതിയിൽ ശ്രദ്ധിച്ചിട്ടില്ല, ഒരു ചർച്ചയിൽ പങ്കെടുത്തല്ലാതെ. അതായത് ആജ് തക്ക് കറാച്ചി പിടിച്ചെടുത്തു, ZTV ഇസ്ലാമാബാദ് പിടിച്ചെടുത്തു, മറ്റൊരു ചാനൽ റിപ്പബ്ലിക് പിന്നെ പാകിസ്ഥാൻ മുഴുവൻ പിടിച്ചെടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഈ രീതിയിലുള്ള പ്രകോപനപരമായിട്ടുള്ള റിപ്പോർട്ടിങ് നമ്മുടെ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട്. പിന്നെ യുദ്ധമെന്തോ അനിവാര്യമാണെന്നുള്ള പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് യുദ്ധം ജനങ്ങൾക്കെന്തോ വലിയ നേട്ടമുണ്ടാക്കി കൊടുക്കുമെന്നുള്ള ഒരു സൂചന പകരുന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ടേജും നമ്മുടെ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന്, ഞാൻ എല്ലാ മാധ്യമങ്ങളെക്കുറിച്ച് പറയില്ല, ഒരു വിഭാഗം മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒഫീഷ്യൽ ബ്രീഫിങ്ങിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് വേണം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാനെന്നുള്ള അഡ്വൈസറി കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. ഇന്ന് 2ാം ലോക മഹായുദ്ധം അവസാനിച്ചതിൻ്റെ വിക്ടറി ഡേ ആയിട്ട് ഇന്ന് റഷ്യ ആചരിക്കുന്ന സമയത്ത് ആ 2ാം ലോക മഹായുദ്ധം വിതച്ച ആ ദുരിതങ്ങളെക്കുറിച്ച് ഓർമ്മിക്കാൻ കഴിയുന്ന ഒരു ദിവസം കൂടിയാണ്. അത് മനസ്സിലാക്കണം. റഷ്യക്ക് മാത്രം, സോവിയറ്റ് യൂണിയന് മാത്രം 2.25 കോടി ജനങ്ങൾ നഷ്ടപ്പെട്ടു. അതായത് സോവിയറ്റ് യൂണിയൻ്റെ ജനസംഖ്യയുടെ 10% ആ യുദ്ധത്തിൽ അവർക്ക് നഷ്ടപ്പെട്ടു പോയത്. അതുകൊണ്ട് യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട്. യുക്രൈൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ മോഡി പുത്തിന് നൽകിയൊരു ഉപദേശമുണ്ട്. ഈ കാലഘട്ടത്തിന് നിരക്കുന്നതല്ല യുദ്ധമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആപ്തവാചകം. ഒരുപക്ഷെ ഈ വേളയിൽ ഞാൻ അതുതന്നെയാണ് ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ അടൽ ബിഹാരി വാജ്പേയിയുടെ വാക്കുകളും, യുദ്ധം തുടങ്ങുമ്പോൾ അത് നിങ്ങളുടെ കയ്യിലായിരിക്കും, അവസാനിക്കുമ്പോൾ അത് നിങ്ങളുടെ കയ്യിലായിരിക്കണമെന്നില്ല. അഫ്ഗാനിസ്ഥാൻ്റെ ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട്. താലിബാൻ എന്നുള്ള ഒരു തീവ്രവാദ സംഘത്തിനെതിരെയാണ് അമേരിക്ക യുദ്ധം ചെയ്തത്. എത്രയോ കാലം യുദ്ധം ചെയ്തു. അവസാനം ആ താലിബാനെ ഏൽപ്പിച്ചിട്ട് അമേരിക്ക അവിടുന്ന് പലായനം ചെയ്തു. അതുകൊണ്ട് യുദ്ധങ്ങളൊന്നും ഒന്നിനും പരിഹാരമല്ല എന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ വളരെ പ്രഖ്യാപിതമായിട്ടുള്ള നയമാണ്. ആ നയം തന്നെയാണ് തങ്ങൾ തുടരുന്നത് എന്ന് കേന്ദ്ര സർക്കാർ സർവകക്ഷി പ്രതിനിധികളെ അറിയിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കാൻ വേണ്ടി പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ഏത് പ്രകോപനത്തിനും ശക്തമായ തിരിച്ചടി നൽകണമെന്നുള്ള ഒരു ഏകമാനമായിട്ടുള്ള അഭിപ്രായം രാജ്യത്ത് ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. ഇത്രയും കൃത്യമായ ഐക്യം അല്ലെങ്കിൽ ഒരുമ ഒരുപക്ഷെ മറ്റൊരു രാജ്യത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. അത്ര കെട്ടുറപ്പോടെയാണ് ഈ രാജ്യത്തിൻ്റെ രാഷ്ട്ര സംവിധാനം അതല്ലെങ്കിൽ ഭരണ സംവിധാനവും അനുബന്ധമായിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കേണ്ട ഒരു സമയമാണെന്നുള്ള ഒരു സന്ദേശപരമായിട്ടുള്ള ഒരു ഉപദേശം ഞാൻ എൻ്റെ മാധ്യമ സുഹൃത്തുക്കൾക്ക് കൂടി നൽകുകയാണ്. ഇന്നലെ വന്ന പല വാർത്തകളും എല്ലാ വിമാനത്താവളങ്ങളും അടച്ചുപൂട്ടിയെന്ന്. ഹാഷ്മിയുടെ ചാനൽ അത് കൊടുത്തോ എന്നറിയില്ല, പക്ഷേ 1-2 ചാനലുകൾ അത് കൊടുത്തതായിട്ട് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. കൊടുത്തിട്ടില്ല. നോക്കുക, അതായത് ഡൽഹി വിമാനത്താവളത്തിൽ ഞാൻ 2 ദിവസം മുമ്പാണ് വന്നത്. എൻ്റെ സുഹൃത്തുക്കളെ ഇന്നലെ ഞാൻ അവിടെ യാത്ര അയച്ചിരുന്നു. അപ്പോൾ ഈ പരിഭ്രാന്തി പരത്തരുത്, ജനങ്ങൾക്ക് പരിഭ്രാന്തി പരത്തരുത്. ഇന്നലെ പ്രധാനമന്ത്രി തൻ്റെ ഉദ്യോഗസ്ഥന്മാരോട് സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, അത് വളരെ ശ്രദ്ധേയമാണ്. ഈ പരിഭ്രാന്തിയുടെ ഒരു ബാക്കി പത്രമുണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹം 20 സെക്രട്ടറിമാരെ വിളിച്ചു ചേർത്ത് പ്രത്യേക യോഗം ചേർന്ന്, അതായത് യുദ്ധം വരാൻ പോകുന്നുള്ള പ്രതീതി സൃഷ്ടിച്ചതുകൊണ്ട് ഈ പറയുന്ന കച്ചവടക്കാരൊക്കെ സാധനങ്ങൾ പൂഴ്ത്തിവെച്ചു തുടങ്ങി. പല ഗ്രാമങ്ങളിലും സാധനങ്ങളുടെ വില കുതിച്ചുയരുകയാണ്. ജനങ്ങളിലുണ്ടാകുന്ന ഭാരം, ഇപ്പോൾ എയർ ഇന്ത്യക്ക് തന്നെ ഉണ്ടായിട്ടുള്ള നഷ്ടം 5000 കോടി രൂപയെങ്കിലും കുറഞ്ഞതുണ്ടാകുമെന്ന് പറയുന്നു. ഇപ്പോൾ എയർ ടിക്കറ്റുകളിൽ ഉണ്ടായിരിക്കുന്ന വർധനവ്,
എത്രയോ വിമാന സർവീസുകൾ നിർത്തലാക്കി. അതുകൊണ്ട് യുദ്ധമെന്ന് പറയുന്നത് എന്തോ ലഡുവാണ്, ജിലേബിയാണെന്നുള്ള ധാരണയിൽ ചില റിപ്പോർട്ടിങ്ങുകൾ നമ്മുടെ ചാനലുകളിലും മാധ്യമങ്ങളിലും നടക്കുന്നുണ്ട്. അത് നിരുത്തരവാദപരമായിട്ടുള്ള റിപ്പോർട്ടിംഗാണ്. അത് കേന്ദ്ര സർക്കാരിൻ്റെയോ ഇന്ത്യയുടെയോ നയമല്ല. പ്രധാനമന്ത്രി മുന്നോട്ട് വെക്കുന്ന ആപ്തവാക്യത്തിന് വിരുദ്ധമായിട്ടൊരു കാര്യമാണെന്ന് മനസ്സിലാക്കണം. സമാധാനത്തെക്കുറിച്ച് പറയുന്നത് എന്തോ അപകടമാണ്, അതെന്തോ മോശപ്പെട്ട കാര്യമാണെന്നുള്ള പ്രതീതി കൂടി നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അതും അപകടകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ച് ജർമ്മനി സറണ്ടർ ചെയ്ത് ഇന്ന് റഷ്യ ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ ആ യുദ്ധക്കെടുതികളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് സാംശീകരിക്കേണ്ട ഒരു സമയം കൂടിയാണ്. അതേസമയം ഇന്ത്യ എന്ന ഉത്തരവാദിത്തപ്പെട്ട ജനാധിപത്യ രാജ്യത്തിന് തങ്ങളുടെ പൗരന്മാരെയും ജനങ്ങളെയും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. ഒരു ഇഞ്ച് സ്ഥലം പോലും പാകിസ്ഥാന് വിട്ടുകൊടുക്കാൻ കഴിയില്ല. പക്ഷേ ഒരു പാകിസ്ഥാനിൽ എന്ത് എന്നുള്ളൊരു ചോദ്യം കൂടി നമ്മൾ മുന്നോട്ട് വെക്കണം. എന്താ കാരണം എന്ന് വെച്ചാൽ, അഫ്ഗാനിസ്ഥാനിൽ സംഭവിച്ചതുപോലെ പാകിസ്ഥാനിലെ സിവിലിയൻ ഭരണത്തിന് പകരം ആ പാകിസ്ഥാന്റെ നിയന്ത്രണം, അണുവായുധങ്ങളുള്ള പാകിസ്ഥാന്റെ നിയന്ത്രണം അവിടുത്തെ റോഗ് എലമെൻസിന്, തെമ്മാടിക്കൂട്ടങ്ങൾക്ക്, തീവ്രവാദികളുടെ കയ്യിലേക്ക് പോയാൽ ഉണ്ടാകുന്ന ദുരന്തത്തെക്കുറിച്ച് കൂടി നമ്മുടെ വൈകാരികമായിട്ടുള്ള നമ്മൾ യുദ്ധം എക്കാലത്തും വേദന മാത്രമാണ്. പക്ഷേ അതുകൊണ്ട് കാശ്മീർ വൈകാരികമായിട്ടുള്ള തലം സൃഷ്ടിക്കാതെ ഉത്തരവാദിത്വത്തോടുകൂടി സംയമനത്തോടുകൂടി അതിർത്തിയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണം. ആ ഒരു മാർഗമാണ് നമുക്ക് നിർദ്ദേശിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാർ. ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനും സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് എൻ്റെ പാർട്ടിയുടെ അഭിപ്രായം പറഞ്ഞത്. അചഞ്ചലമായിട്ട് ഇന്ത്യ ഈ തീവ്രവാദത്തെ നേരിടും, തീവ്രവാദത്തെ പരാജയപ്പെടുത്തും. തീവ്രവാദത്തെ പരാജയപ്പെടുത്താനുള്ള എല്ലാ മാർഗങ്ങളും, നയതന്ത്ര മാർഗങ്ങൾ ഉൾപ്പെടെയുള്ള മാർഗങ്ങൾ നമ്മൾ അവലംബിക്കും. അടിക്ക് തിരിച്ചടി തന്നെ കൊടുക്കും. ഒരു കാരണവശാലും വിട്ടുവീഴ്ചയില്ല എന്നുള്ള ഒരു പ്രഖ്യാപനവും ഇന്ത്യയുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. അതിന് നമ്മൾ അടിവരയിടുന്നുണ്ട്. പക്ഷേ യുദ്ധമാണ് ഏക മാർഗം, ഏക പരിഹാരമെന്നുള്ള രീതിയിലുള്ള പ്രചരണ ഘോഷങ്ങളെ ഞാൻ ശക്തിയായി എതിർക്കുന്നു. താങ്കൾ ശരിയാവണ്ണം പറഞ്ഞു സി ജോൺ ബ്രിട്ടാസ്. അങ്ങനെയൊക്കെ മുറിയിൽ വലിയ ഷെല്ലാക്രമണം ബൽറാം പറയുകയാണ്. നേരത്തെ ഷെല്ലാക്രമണങ്ങൾ പല മേഖലകളിൽ ഉണ്ടാവുന്നുണ്ട്. ഇന്ന് രാത്രിയും എന്തൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണമെന്ന് ആരും അറിയില്ല. ശ്രീ എൻ വി നായർ, ഇവിടെ എന്താണ് പാകിസ്ഥാന്റെ F-16 വിമാനം വെടിവെച്ചിട്ട കാര്യം വളരെ ആധികാരികമായി നമ്മൾ അറിഞ്ഞതാണ്. അതിനകത്തെ പൈലറ്റ് പിടിയിലായ കാര്യമൊക്കെ, അതൊന്നും എന്തുകൊണ്ട് ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിൽ സ്ഥിരീകരിക്കുന്നില്ല? അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഇല്ലാത്ത വാർത്തയാണ് എന്ന് പറയാൻ പറ്റുമോ? എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വാർത്തകളുടെ എല്ലാ വിശദാംശങ്ങളും സൈനികമായി ചിലപ്പോൾ തുറന്നു പറയാൻ കഴിയാത്തതുണ്ടാകും. അത് ഇപ്പം തന്നെ അറിയണം എന്ന് നമുക്ക് വാശി പിടിക്കാനും പറ്റില്ല. പോട്ടെ. എൻ വി നായർ, ഇന്നലെ അവർ അയച്ചത് 400 ഡ്രോണുകളാണ്. 300 to 400 ഡ്രോണുകളാണ്. 400 ഡ്രോണുകളിൽ ഒറ്റ ഒരെണ്ണം പോലും അവരുടെ ലക്ഷ്യം ഭേദിച്ചില്ലെന്ന് മാത്രമല്ല, അങ്ങോട്ടേക്ക് അയച്ച ചുരുക്കം ഡ്രോണുകളിൽ അവരുടെ രണ്ടാമത്തെ റഡാർ സിസ്റ്റം തകർത്ത കാര്യം വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട്. ഇനിയും ഇത്തരത്തിലുള്ള അവിവേകവും അതിനുള്ള തിരിച്ചടിയും ഏറ്റുവാങ്ങാൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന ദുർബല രാഷ്ട്രത്തിന് കരുത്തുണ്ടോ ശ്രീ എൻ വി നായർ? ഹാഷ്മി അടക്കം എല്ലാവർക്കും എൻ്റെ ജയ്ഹിന്ദ്. ഇന്നലെയും ഹാഷ്മിയുടെ പാനലിൽ ഞാനുണ്ടായിരുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ ശേഷവും പാകിസ്ഥാനിൽ നിന്ന് പ്രകോപനപരമായ ആക്ഷനുകളുണ്ടായി. അങ്ങനെ നോക്കുമ്പോൾ Day 3 ഇന്ത്യക്കാണ് മുൻതൂക്കം. പക്ഷേ പഹൽഗാമിൽ അവർ ഉദ്ദേശിച്ച ലക്ഷ്യം, പാകിസ്ഥാൻ ഉദ്ദേശിച്ച ലക്ഷ്യം നടന്നില്ല. അവിടെ 26 ഒരു പ്രത്യേക മതത്തിൽപ്പെട്ടവരെ തിരിച്ചു പിടിച്ച് കൂട്ടക്കുരുതി ചെയ്തപ്പോൾ ഇന്ത്യയിൽ മുഴുവനും ഒരു ധ്രുവീകരണം ഉണ്ടായി. ഒരു ഇന്റേണൽ അൺറസ്റ്റ് ഉണ്ടാക്കാനായിരുന്നു പാകിസ്ഥാൻ്റെ ഉദ്ദേശം. അത് നടന്നില്ല. അന്നത്തെ വിജയം ഇന്ത്യക്കാർക്കാണ്. നമ്മുടെ ഇടയിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അത് എല്ലാവർക്കും കേക്കെ പറയാനും മോദിയെ പരസ്യമായിട്ട് വിമർശിക്കാനും എല്ലാം നമുക്ക് അധികാരമുണ്ട്. നമ്മുടെ ഒരു ത്രൈവിങ് ഡെമോക്രസിയാണെന്ന് നമ്മൾ എപ്പോഴും കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബഹസ്വരതയും കാണിച്ചു കൊടുത്ത ഒരു സന്ദർഭമായിരുന്നു പഹൽഗാമിലെ ഈ കൂട്ടക്കൊലയിലെ നമ്മുടെ പബ്ലിക്കിൻ്റെ റിയാക്ഷൻ. ഇന്നലെ നടന്നതായിട്ട് നമ്മൾ അറിയാവുന്നത്, പാകിസ്ഥാൻ 36 ലൊക്കേഷൻസിലാണ് നമ്മുടെ മിലിറ്ററി റിലേറ്റഡ് അസറ്റ്സ് ഉള്ള സ്ഥലങ്ങളെ, അത് ലഡാക്കിൽ ലേ മുതൽ ഗുജറാത്തിൽ പാകിസ്ഥാനുമായിട്ടുള്ള ഇൻ്റർനാഷണൽ ബോർഡർ വരുന്നത് സർ ക്രീക്കിൻ്റെ സെൻറ്റർ മിഡിൽ അതാണെന്നാണ് എനിക്കറിയാവുന്നത്.
അപ്പോൾ ഒരു വൈഡ് ഫ്രണ്ടേജിലാണ് നമ്മളെ അവർ പരിശോധിച്ചിരിക്കുന്നത്. അവർക്ക് ഉദ്ദേശിച്ച ഒരു ലക്ഷ്യവും അവർക്ക് പ്രാപ്തിയാക്കാൻ പറ്റിയില്ല. നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ എഫിക്കസി അവർക്ക് നമ്മൾ കാണിച്ചു കൊടുത്തു. അവരുടെ കൗണ്ടർ മെഷേഴ്സിൽ 4 റഡാർസ് ലൊക്കേഷൻസാണ് നമ്മൾ ലക്ഷ്യം വെച്ചത്. അതിൽ ലാഹോർ അവിടുത്തെ റഡാർ കംപ്ലീറ്റ് നശിച്ചു. അവിടുത്തെ AD കവർ ഉണ്ടായിരുന്നില്ല. എന്നിട്ടും നമ്മൾ വേറെ ആഡഡ് അറ്റാക്കിനൊന്നും നമ്മൾ അങ്ങോട്ട് പോയില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് പാകിസ്ഥാൻ ഒരു പ്രോബിംഗ് ആക്ഷനാണ് ഈ ചെയ്തത്. നമ്മുടെ ഈ എൽ സി ഉൾപ്പെട്ട അതിർത്തികളിൽ എങ്ങനെയാണ് നമ്മുടെ എയർ ഡിഫൻസ് എന്നതിനെപ്പറ്റി അവർക്ക് ഇപ്പോൾ ഒരു ജ്ഞാനം കിട്ടിയിട്ടുണ്ട്. അതിലിപ്പോൾ ആഷ്മി പറഞ്ഞതുപോലെ നമ്മൾ ഡോഗ് ഫൈറ്റ് അധികം ഉണ്ടായിട്ട് എയർക്രാഫ്റ്റിനെയാണ് ഡോഗ് ഫൈറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു വളരെ കൂടുതൽ ഡോഗ് ഫൈറ്റ് ഉള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. എന്നിട്ടും അവരുടെ ഫ്രണ്ട് ലൈനിൽ വരുന്ന 2 തരം എയർക്രാഫ്റ്റ്സ് ആണ്. ഒന്ന് F-16 അറിയാമല്ലോ, അത് USA നിന്ന് വന്നതാണ്. ഇറ്റ്സ് എ ജനറേഷൻ 4.5 ആണെന്നാണ് എൻ്റെ വിശ്വാസം. അതിനെ നിലത്തിട്ടിട്ടതായിട്ടും അതിൻ്റെ പൈലറ്റിനെ പിടിച്ചതായിട്ടും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചൈനീസ് വിമാനമായ JF-17 ഇത് ഒരു വാർ ടെസ്റ്റഡ് ഫൈറ്റർ എയർക്രാഫ്റ്റ് അല്ല. അപ്പോൾ അതിൻ്റെ പെർഫോമൻസ് വളരെ മോശമാണ്. ഇതിനു മുമ്പ് ഞാൻ മനസ്സിലാക്കുന്നത് ചൈനയിൽ ഇതിൻ്റെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇതിൻ്റെ സ്റ്റോക്ക് വളരെ ഉയരത്തിലായിരുന്നു. പക്ഷേ ഇത് കഴിഞ്ഞ് ഇനി എന്തുണ്ടാകുമെന്ന് നമുക്ക് വിൽ വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, ഇനി അടുത്തത് എന്താണ് പാകിസ്ഥാൻ ചെയ്യാൻ പോകുന്നത്? ഇതിൽ ആരാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്? ഒന്ന് ഇന്ത്യയാണ്, നമുക്കാണ് എല്ലാം നഷ്ടപ്പെടാനുള്ളത്. പിന്നെ പാകിസ്ഥാൻ ജനത ഇപ്പോൾ അവരുടെ ദാരിദ്ര്യം, അവരുടെ എല്ലാ വിഷമങ്ങളും ഉണ്ട്. അതില്ലാതെ എന്തെങ്കിലും എന്തെങ്കിലും ലൂസ് ചെയ്യാനുള്ളത് അവിടുത്തെ വില്ലൻ നമ്പർ 1 പാകിസ്ഥാൻ ആർമിയാണ്. ആർമി എന്താന്ന് വെച്ചാൽ മിലിറ്ററിയെ ലീഡ് ചെയ്യുന്നത് ചീഫ് ഓഫ് ആർമി സ്റ്റാഫാണ്. എയർഫോഴ്സ് ഒരു ചെറിയൊരു കൗണ്ടർ ഫോഴ്സ് ആയിട്ട് നിൽക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ആർമിക്ക് ഉണ്ടായ ഈ ഒരു ഫേസ് ലോസിനെ മോഹം മിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ നമ്മുടെ നെയിൽ ലൊക്കേഷൻസിൽ ഇൻക്ലൂഡിങ് ജെയ്ഷെ മുഹമ്മദിൻ്റെയും LETയുടെയും ഹെഡ്ക്വാർട്ടേഴ്സിനെ നിർബാധം പോയി നശിപ്പിച്ചിട്ട് നമ്മൾ തിരിച്ചു വന്ന് നമുക്ക് ഒരു കാഷ്വാലിറ്റിയും ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ അവർക്ക് പാകിസ്ഥാൻ പബ്ലിക് അവരോട് ചോദിക്കും, നിങ്ങൾ ഞങ്ങളെ നോക്കിക്കൊള്ളാമെന്ന് ആ ഒരു ശക്തി നിങ്ങൾക്കില്ല. ഇതുവരെ നിങ്ങളിൽ വിശ്വാസം അർപ്പിച്ചു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അതിനുള്ള കോസ്മെറ്റിക് ആണെങ്കിലും ഓപ്റ്റിക്സ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അവർക്കൊരു ആക്ഷൻ ചെയ്യേണ്ടി വരും. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ ഡ്രോണിൻ്റെ അവശിഷ്ടങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അത് ടർക്കിയിൽ നിന്നുള്ള ഡ്രോണാണ്. ടർക്കിയാണ് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഈ ഡ്രോൺ വാർഫെയറിലെ സൂപ്പർ പവർ ആണ് അവർ. ചൈനയൊക്കെ പിന്നെ അവരുടെ ക്വാളിറ്റിയൊക്കെ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ചൈനയൊക്കെ 2ാമതേ വരുള്ളൂ. അവിടെ നിന്ന് ഒരു 50,000 ഡ്രോൺസ് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്, പല കേപ്പബിലിറ്റി ഉള്ള. ഇപ്പം വന്നിരിക്കുന്നത് ഒരു ലോവർ ലെവലിലെ കേപ്പബിലിറ്റി ഉള്ളതായിരിക്കും. ഈ വരുന്ന ദിവസങ്ങളിൽ ഇവർക്ക് റേഞ്ച് കൂടുതലുള്ള ഡ്രോൺസ് ഉണ്ട്, കൂടുതൽ പ്രഹരശേഷിയുള്ള ഡ്രോൺസ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ മിസൈലും മോർ കേപ്പബിൾ, അതൊന്നും ഇവർ പുറത്തെടുത്തിട്ടില്ല ഇതുവരെ. ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരു ട്രയലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള അതിനെപ്പറ്റി അവരുടെ ഇപ്പോൾ LCയിലും കുറച്ച് ഡെപ്തിലുമുള്ള സ്ഥലങ്ങളൊക്കെയാണ് അവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. വരുന്ന ദിവസങ്ങളിൽ ഇനിയുമുള്ള ഡെപ്തിലേക്ക് അവർ പോകും. നമ്മളെ പ്രകോപിപ്പിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മളെപ്പോഴും സമാധാനപ്രിയരാണ്. പക്ഷേ ഇത്രയും വലിയ ഒരു രാജ്യത്തെ ഇങ്ങനെ വലിയ കേപ്പബിലിറ്റി ഇല്ലാത്ത ആൻറ്റി ഇന്ത്യനിസത്തിൽ ആണ് അവരുടെ ജീവന വായു. അവരെ പേടിച്ചുകൊണ്ട് നമ്മൾ ഈ 75 വർഷം ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഹാസ് ടു കം ടു ആൻ എൻഡ്. ഇപ്പം നമ്മൾ വിചാരിക്കാതെ കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണിത്. അതുകൊണ്ട് നമ്മുടെ ഒരു നാഷണൽ പവറിനെ കൈനറ്റിക് ആക്ഷൻ മാത്രമല്ല,
നമ്മൾ IWT ഇൻഡസ് വാട്ടർ ട്രീറ്റിയിൽ നിന്ന് അതിനെ മരവിപ്പിച്ചതിലൂടെ അതിൻ്റെ ഫലം കാണുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് സമാന്തരമായ കാര്യങ്ങളിലേക്ക് കൂടി ഒരു മൾട്ടി ഡൊമൈൻ വാർഫെയർ എന്ന് പറയില്ല, ഒരു ത്രസ്റ്റ് ഗവൺമെൻറ് പോകേണ്ടതാണ്. ഇങ്ങനെയൊരു എന്താന്ന് വെച്ചാൽ പാകിസ്ഥാൻ ആർമിയുടെ ഈ ഒരു ഹോൾഡ് ഓൺ ദെയർ പബ്ലിക്, അവരുടെ പാകിസ്ഥാൻ പബ്ലിക്കിനെ നമ്മൾ കണ്ണാടി കാണിച്ചു കൊടുക്കണം ഇന്ത്യയെ പറ്റി മനസ്സിലാക്കാൻ. നമ്മളെപ്പോഴും ഒരു നല്ല അയൽക്കാരനെ കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. നമ്മളെ ആയിട്ട് നല്ല അയൽക്കാരനെ പോലെ നിൽക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്നുള്ളത് മനസ്സിലാക്കണം. ഇന്ന് ഇപ്പോൾ അവരുടെ ജീവവായുവിൻ്റെ വേറൊരു അംശമായ IMFന്റെ 25ാമത്തെ ട്രാഞ്ച് ഇന്ന് ഡിസിഷൻ വരുമായിരിക്കും. അത് കിട്ടിയില്ലെങ്കിൽ അവരുടെ പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ സമാധാനം ആഗ്രഹിക്കുന്നവരാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മുടെ സമാധാനം ദൗർബല്യമായി കണക്കാക്കുകയാണെങ്കിൽ അതൊരു നടക്കി പോവില്ല എന്നവരെ ബോധ്യപ്പെടുത്തുകയും വേണം. ഞാൻ അങ്ങനെയൊക്കെ താമസിച്ചു. PJ വിൻസെന്റ്, ഇവിടെ ശ്രീ ജോൺ ബ്രിട്ടാസ് എംപി പറയുകയായിരുന്നു യുദ്ധം പരിഹാരമല്ല, യുദ്ധം നഷ്ടമാണ്. 101% ശരിയാണ്. ഞാൻ ജോൺ ബ്രിട്ടാസ് അക്കാര്യത്തിൽ 100% ചേർന്ന് നിൽക്കുന്നു. യുദ്ധം ഒന്നിനും പരിഹാരമല്ല. അതേസമയം ശ്രീ NV നായർ പറഞ്ഞതോട് ഞാൻ യോജിക്കുകയാണ്. ശ്രീ PJ വിൻസെന്റ്, ഓണെ ഫൈൻ ഡേ പഹൽഗാം മാത്രം സംഭവിക്കുന്നതല്ലോ. അതിനു മുൻപ് എത്രയെത്ര ഇത്തരത്തിലുള്ള ഭീരുപ്പണികൾ ഈ അയൽരാജ്യം നമ്മുടെ നാട്ടിൽ കാണിച്ചു. അത് കാണിക്കാനുള്ള കാരണം ഈ 1000 കട്ട് ഡോക്ട്രിൻ എന്ന് പറയുന്ന ഒരു കുപ്രസിദ്ധമായ അക്കാദമിക്കലി അവർ സ്വാംശീകരിച്ച ഒരു നയമാണ്. PJ വിൻസെന്റ്, നമുക്ക് നമ്മുടെ നാട്ടിൽ സമാധാനമായി ജീവിക്കണം. നമുക്ക് നമ്മുടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ സമാധാനമായി പോയി ഇരിക്കാൻ കഴിയണം. ഏത് സമയത്തും ഒരു പാകിസ്ഥാൻ ഭീകരവാദിയുടെ ബോംബ് നമ്മുടെ തലയ്ക്ക് മുകളിലുണ്ട് എന്ന ആശങ്കയില്ലാതെ ജീവിക്കാൻ കഴിയണം. ആ ആശങ്ക 101% അകറ്റുകയും വേണം. PJ വിൻസെന്റ്, അതിൽ തർക്കമുണ്ടോ? അതിൽ യാതൊരു തർക്കവുമില്ല. ഇവിടെ ഭീകരത എന്ന് പറയുന്നത് ഇറ്റ്സ് എ മെത്തഡ് ഓഫ് വാർഫെയർ. ഒരു പ്രത്യേക രീതിയിലുള്ള യുദ്ധമാണ്, ഡീഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് വാർഫെയർ ആണ്. അതാണ് താങ്കൾ സൂചിപ്പിച്ച 1000 കട്ട് ഡോക്ട്രിൻ. അത് 1970കളിൽ 1971 യുദ്ധപരാജയത്തിന് ശേഷം പാകിസ്ഥാൻ സ്വീകരിച്ച സൈനിക തന്ത്രമാണ്. അതിൽ ഒരു മാറ്റവും പാകിസ്ഥാൻ വരുത്തിയിട്ടില്ല. ഇപ്പോഴും ഇന്ത്യയുടെ രാഷ്ട്ര ശരീരത്തിൽ 1000 മുറിവുകളുണ്ടാക്കി ബ്ലീഡ് ചെയ്ത് ഇന്ത്യയെ നശിപ്പിക്കുക എന്ന ആശയത്തിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അതിൻ്റെ പല വിധത്തിലുള്ള പ്രായോഗിക രൂപങ്ങളാണ് ക്രോസ് ബോർഡർ ടെററിസമായിട്ടും ബോധപൂർവം വർഗീയത വളർത്തുന്നതിനുള്ള ശ്രമങ്ങളായിട്ടൊക്കെ പുറത്തു വരുന്നത്. ഇപ്പോൾ വിക്രം മിശ്രിയും അതുപോലെ സോഫിയ ഖുറൈഷിയും വ്യോമിക സിംഗും നടത്തിയ പത്രസമ്മേളനത്തിൽ 2021 മുതൽ 25 വരെയുള്ള പ്രധാനപ്പെട്ട അക്രമങ്ങളെ, ഇന്ത്യയിലുണ്ടായിട്ടുള്ള അക്രമങ്ങളെ, പാർലമെൻറ്റ് ആക്രമണം മുതൽ പഹൽഗാം വരെയുള്ളത് കാണിച്ചതിൻ്റെ അർത്ഥം നേരത്തെ നായർ സാർ സൂചിപ്പിച്ചതാണ്. അതായത് എപ്പോഴും റിസീവിങ് എൻഡിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് ഭാരതം. എപ്പോഴും അടി കിട്ടുമ്പോൾ മാത്രം നമ്മൾ ഒരു തിരിച്ചടി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ രീതി. അടി കിട്ടുമ്പോൾ ശക്തമായി ഒരു തിരിച്ചടി കൊടുക്കുക, വീണ്ടും അടി കിട്ടാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുക. ഈ രീതിയിലാണ് അതിൻ്റെ ഒരു പോക്ക്. അതുകൊണ്ടാണ് നായർ സാർ സൂചിപ്പിച്ചതുപോലെ ഒരു പക്ഷേ ഇനി ഇതിനൊരു അവസാനം കാണാൻ സാധിക്കണം. അതിനു വേണ്ടിയിട്ട് കൂടിയുള്ള ഒരു മുന്നൊരുക്കങ്ങൾ ഇതിലുണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് മഹാമനസ്കത എല്ലാ ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണല്ലോ. 1960 ഇൻഡസ് വാട്ടർ ട്രീറ്റി ലോകചരിത്രത്തിൽ ഇതപര്യന്തമുണ്ടായിട്ടുള്ള നദീജല പങ്കുവയ്ക്കൽ കരാറുകളിൽ ഏറ്റവും മഹത്തായ ഒന്നാണ്, ഏറ്റവും കാലം ഫലപ്രദമായി നീണ്ടു നിന്നതുമാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയുടെ മഹാമനസ്കതയല്ലേ. അപ്പോൾ 1965 യുദ്ധമുണ്ടായ സമയത്ത് പോലും കനാൽ നിർമ്മാണത്തിനുള്ള പണം കൊടുത്തുകൊണ്ട് ആ ട്രീറ്റ് സസ്പെൻഡ് ചെയ്യാതെ അതിൽ ഉറച്ചു നിന്നു. 65ലെയും 71ലെയും 99ലെയും യുദ്ധത്തെ ഈ കരാർ അതിജീവിച്ചു. പക്ഷേ ഇങ്ങനെ ഓരോ ഘട്ടത്തിലും കാണിച്ചിട്ടുള്ള മഹാമനസ്കതയ്ക്കൊന്നും പോസിറ്റീവായ റെസ്പോൺസ് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഇന്ത്യ നിരന്തരമായി ബ്ലീഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇതിന് ഒരു പരിഹാരമുണ്ടാക്കുന്ന മാനങ്ങളിലേക്ക് സൈനികവും മായ നീക്കവും നയതന്ത്രപരമായ നീക്കവും നടത്തണം. ആ ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഗവൺമെൻറ് വൃത്തങ്ങളിൽ നിന്ന് നൽകുന്ന സൂചന. പക്ഷെ അത് നേരത്തെ ജോൺ ബ്രിട്ടാസ് സാർ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ റെസ്പോൺസും ഇന്ത്യൻ സൈന്യത്തിൻ്റെ റെസ്പോൺസും വളരെ ബാലൻസ്ഡ് ആണ്, കൾച്ചേർഡ് ആണ്, ഹൈലി സിവിലൈസ്ഡ് ആണ്. പക്ഷേ ഇതിന് സമാനമായ ഒരു പ്രതികരണമല്ല നമുക്ക് പാകിസ്ഥാനിൽ നിന്ന് കിട്ടുന്നത്.
അവരുടെ സൈനിക നേതൃത്വം, അതുപോലെ അവരുടെ അംബാസിഡർ, റഷ്യയിലുള്ള പാകിസ്ഥാൻ അംബാസിഡറാണ് പറഞ്ഞത് ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കും. ഖ്വാജ ആസിഫ് പറയുന്നു ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കും. അപ്പോൾ ആണവായുധം എന്ന് പറയുന്നത് മാരകമായ ഒരു ആയുധമാണ്. അത് ഞങ്ങൾ പ്രയോഗിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രകോപനമാണ് അവിടുത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇവിടെ ഒരൊറ്റ കാര്യം വളരെ പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നുന്നത്, ഒരു ഐഡിയോളജിക്കൽ വാർഫെയർ കൂടി ഇതിൻ്റെ ഭാഗമായി പാകിസ്ഥാൻ അൺലീഷ് ചെയ്തിട്ടുണ്ട്. അത് 1940-കളിലെ വിഭജനത്തിൻ്റെ ആശയമാണ്. ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് ആർ ടു നാഷണാലിറ്റീസ് എന്ന ആശയം വീണ്ടും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് ഇതൊരു ഹിന്ദു മുസ്ലിം യുദ്ധമാണ് എന്ന അർത്ഥത്തിലാണ് പാകിസ്ഥാൻ്റെ സൈനിക മേധാവി ഏപ്രിൽ 14 പ്രസംഗിച്ചത്. അതിനുശേഷമാണ് ഏപ്രിൽ 22 പഹൽഗാം ഉണ്ടാവുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തോട് ചേർത്ത് വെക്കത്തക്ക വിധത്തിൽ ഹിന്ദുക്കളായിട്ടുള്ള ആളുകളെ തെരഞ്ഞുപിടിച്ച് കൊലപ്പെടുത്തുന്ന രീതി അവിടുത്തെ സൈനികർ സ്വീകരിക്കുകയും ചെയ്തു. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ഒരു ചരിത്ര വിദ്യാർത്ഥി എന്നതിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്ത്യ വിഭജനം ഹിന്ദു മുസ്ലിം വിഭജനമല്ല. ഇവിടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൽ ഇവിടെ ഹിന്ദുക്കൾ, മുസ്ലിമുകൾ, ബൗദ്ധർ, ജൈനർ, പാർസികൾ എന്നിവരോടൊപ്പം ഒരു വലിയ ശതമാനം നാഷണലിസ്റ്റ് മുസ്ലിമുകളും ഇന്ത്യയിൽ നിന്നു. ഇവരെല്ലാം ഒരു ഭാഗത്തും വർഗീയ നിലപാടെടുക്കുന്ന ഒരു സംഘം, ജിന്നയും സംഘവും മാത്രമാണ് അപ്പുറേ പാകിസ്ഥാനായി മാറിയത്. അതുകൊണ്ടാണ് ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമല്ല, ഹിന്ദു രാഷ്ട്രവുമല്ല. ഇത് ഒരു മതേതര ജനാധിപത്യ രാഷ്ട്രമായി നിൽക്കുകയും പാകിസ്ഥാൻ ഒരു മുസ്ലിം രാഷ്ട്രമായി മാറുകയും ചെയ്തത് അങ്ങനെയാണ്. യഥാർത്ഥത്തിൽ ഹിന്ദു മുസ്ലിം വിഭജനമാണ് ഉണ്ടായിരുന്നതെങ്കിൽ പാകിസ്ഥാൻ മുസ്ലിം രാഷ്ട്രവും ഇന്ത്യ ഹിന്ദു രാഷ്ട്രവുമാവണ്ടേ. യഥാർത്ഥത്തിൽ അതല്ല സംഭവിച്ചത്. എല്ലാ മനുഷ്യരും ഇന്ത്യയിലും അപ്പുറേ മതേതര നിലപാടെടുക്കാത്ത വർഗീയവാദികളായ മുസ്ലിമുകളും എന്നതായിരുന്നു. ഇന്ത്യയിൽ മൗലാന അബ്ദുൽ കലാം ആസാദിനെ പോലെ, കേരളത്തിലെ മൊയ്ദ് മൗലിയെ പോലെ കോടിക്കണക്കിന് നാഷണലിസ്റ്റ് മുസ്ലിമുകൾ ഇന്ത്യൻ ദേശീയതയുടെ ഭാഗമായി ഇന്ത്യ എന്ന് പറഞ്ഞ രാഷ്ട്രത്തിൻ്റെ ഭാഗത്ത് നിന്നും. അപ്പോൾ പാകിസ്ഥാൻ്റെ ഈ ഐഡിയോളജി ഇന്ത്യയുടെ ഈ മതേതര സംസ്കൃതിയെ തകർക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഖ്വാജ അവിടുത്തെ സൈനിക മേധാവി ഒരു പ്രത്യയശാസ്ത്ര യുദ്ധവും കൂടി അൺലീഷ് ചെയ്തത്. അത് പാകിസ്ഥാനിലെ ടെററിസ്റ്റുകൾ, ലഷ്കർ ഇ തൈബയും അതുപോലെ ജിഹാദി ടെററിസ്റ്റുകളും നിരന്തരമായി പറയുന്ന വാദമാണ് ഒരു രാഷ്ട്രത്തിൻ്റെ സൈനിക മേധാവി പറയുന്നത്. ഇന്ത്യ എന്ന് പോലും പറയാതെ സ്പെസിഫിക് ആയിട്ട് ഹിന്ദു എന്ന് പറയുകയും ഹിന്ദുക്കളെ ഡയറക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിനെ ഇന്ത്യ അതിജീവിച്ചു എന്ന് മാത്രമല്ല, ഇതിനെ അപ്രസക്തമാക്കിക്കൊണ്ട് മതേതരത്വത്തിൻ്റെ ഒരു പ്രഘോഷണമായി സോഫിയ ഖുറൈശിയും വ്യോമിക സിംഗും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തത് എത്ര സുന്ദരമായ കാഴ്ചയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് വിഭജനത്തിൻ്റെ കാലത്തെ പാകിസ്ഥാൻ മുന്നോട്ട് വയ്ക്കുന്ന ഐഡിയോളജി, അതിനെ ഏറ്റവും ശക്തമായി പ്രതികരിച്ചുകൊണ്ടും അതിനോട് റെസ്പോണ്ട് ചെയ്തുകൊണ്ടുമാണ് ഭാരതം മുന്നോട്ട് പോകുന്നത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഞാൻ കാണുകയാണ്. ഈ വിഭജനത്തിന് ആധാരമായ പ്രത്യയശാസ്ത്രം വെറും 22 വർഷം മാത്രമേ നിലനിന്നു എന്നുള്ളത് വസ്തുതയാണ്. 1971 പാകിസ്ഥാൻ 2 കഷ്ണമായി. നമ്മളിന്നും ഐക്യത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഘടകം കൂടിയുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു സംഘർഷം രൂപപ്പെട്ടു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ മതേതര പാരമ്പര്യത്തെക്കുറിച്ചും സകല മനുഷ്യരും ഒറ്റക്കെട്ടായി നിൽക്കുന്നതിൻ്റെ ഒരനുഭവം കൂടി നമ്മൾ നിരന്തരമായി പറയേണ്ടതുണ്ട്. അപ്പോൾ എത്രമാത്രം മതം പാകിസ്ഥാൻ പറയുന്നു അത്രമാത്രം മതേതരത്വം നമ്മൾ പറയുന്നുണ്ട്, അത് പ്രാവർത്തികമാക്കുന്നുണ്ട്. സോഫിയ ഖുറൈഷിയും വ്യോമിക സിംഗിനും അപ്പുറം അതിനേക്കാൾ മനോഹരമായ കാഴ്ച, മനോഹരമെന്ന് പറയാൻ കഴിയുമോ എന്നറിയില്ല, അതിനേക്കാൾ പക്ഷേ ഹൃദയം നിറയ്ക്കുന്ന, കണ്ണ് നിറയ്ക്കുന്ന കാഴ്ച ഇവിടെ ഇടപ്പള്ളിലെ അവിടെ കൊല്ലപ്പെട്ട എൻ രാമേന്ദ്രൻ്റെ മകൾ ആതിരയും ഇപ്പോൾ ഹിമാൻഷു അവിടെ കൊല്ലപ്പെട്ട നമ്മുടെ ഇവിടുത്തെ നാവികസേനാ ഉദ്യോഗസ്ഥൻ്റെ ഭാര്യ ഹിമാൻഷുവും പറഞ്ഞത് എന്താണ്? ഇത് തന്നെയാണ് പറഞ്ഞത്. അവർക്ക് മതമില്ലെന്നും അവർ ഇവിടെ പ്രശ്നമുണ്ടാക്കാൻ നോക്കുകയാണെന്നും അതിൻ്റെ പേരിൽ ആരെയും ഒറ്റപ്പെടുത്തുകയോ വേട്ടയാടുകയോ ചെയ്യരുതെന്നും അതിൻ്റെ നേരിട്ടുള്ള ജീവിക്കുന്ന രക്തസാക്ഷികളായ ആ മനുഷ്യർ പറഞ്ഞില്ലേ? അതിനപ്പുറമുണ്ടോ? ബ്രിഗേഡിയർ മോഹൻ പിള്ള നേരത്തെ എൻ.വി. നാരായണൻ പറഞ്ഞു, അതെല്ലാം വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ 400ഓളം സ്വാമിംഗ് ഡ്രോൺസ് ഇങ്ങോട്ടേക്ക് വന്നത് അതൊരു പക്ഷേ ആക്രമണ ലക്ഷ്യം മാത്രമാവില്ല, നമ്മുടെ എയർ ഡിഫൻസ് കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് പഠിക്കലാകാം ലക്ഷ്യം എന്ന് വാർത്താ സമ്മേളനത്തിൽ അവർ പറയുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തുർക്കിയിൽ നിന്ന് കിട്ടിയ ഡ്രോണുകളെ പറ്റി പറയുന്നു. നേരത്തെ എൻ.വി. നാരായണൻ പറഞ്ഞതുപോലെ തുർക്കി ഒരുപാട് ആയുധങ്ങൾ അവർ കൊടുക്കുന്നുണ്ട്, ചൈന ഒരുപാട് ആയുധങ്ങൾ അവർ കൊടുക്കുന്നുണ്ട്, അത് രഹസ്യമായും പരസ്യമായും. അതുകൊണ്ട് പാകിസ്ഥാൻ്റെ ആവനാഴിയിൽ നമ്മൾ കരുതാത്തത്ര ആയുധങ്ങളുണ്ട് എന്ന് കരുതേണ്ടതുണ്ടോ ശ്രീ ബ്രിഗേഡിയർ മോഹൻ പിള്ള?
അത് ഒരു കാരണവശാലും ശരിയല്ല. നമ്മളെക്കുറിച്ച് പഠിക്കേണ്ട ഒരാവശ്യം അവർക്കില്ല. അത് എന്താണ് എങ്ങനെയാണ് എന്നൊരു ഇനിഷ്യൽ ട്രയൽ നടത്തേണ്ട ഒരു കാര്യം ടെററിസ്റ്റാനെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ളതാണ് എനിക്ക് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അവരുടെ ആ കാര്യത്തിൽ നിന്നും ബോധ്യപ്പെടുന്നത്. ഇവിടെ ഇഫ് യു പെർമിറ്റ് മീ, എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എലാബറേറ്റ് ചെയ്ത് പറയണം. കാര്യം നമ്മൾ യുദ്ധം, ഒരു രാജ്യവും ഇൻറ്റൻഷനലി യുദ്ധം ആഗ്രഹിക്കുന്നില്ല. അത് കറക്റ്റാണ്. നമുക്ക് പറയുകയും ചെയ്യാം എല്ലാ കാര്യങ്ങളും 100% കറക്റ്റാണ്. യു ഹാവ് ടു ബി ബിറ്റ് ലോ അബൌട്ട് ഇറ്റ്. ബട്ട് ഓൺലി തിങ്, ഇതിനകത്തുള്ള രണ്ട് കാര്യങ്ങൾ പറയാം. ഇന്ന് ഏറ്റവും രസകരമായിട്ട് തോന്നിയ ഒരു കാര്യം, ജമ്മു ആൻഡ് കാശ്മീരിലെ മുഫ്തി മുഹമ്മദ് എന്ന് പറയുന്ന ലേഡി കരയുകയാണ്. കരഞ്ഞുകൊണ്ട് പറയുകയാണ്, വസീരി ആസം ടെററിസ്ഥാനി, അതുപോലെ തന്നെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മോദിയും കൂടി ഒന്ന് ഫോണിൽ സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. രണ്ട് സൈഡിലും കുട്ടികളും അതുപോലെ തന്നെ സ്ത്രീകളും മരിച്ചു വീഴുന്നുവെന്ന്. പഹൽഗാമിൽ അത്രയും പേരുടെ ജീവൻ പോയപ്പോൾ ഈ സ്ത്രീയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നില്ലല്ലോ. അതുപോലെ തന്നെ ഈ സ്ത്രീയുടെ സഹോദരി 89 വിശ്വനാഥ് പ്രതാപ് സിംഗിന്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് വിശ്വനാഥ് പ്രതാപ് സിംഗിന്റെ ഹോം മിനിസ്റ്റർ ആയിരുന്ന മുഫ്തി മുഹമ്മദ് എന്ന് പറയുന്ന ആളിന്റെ മകള്, അതായത് ഇന്നത്തെ ഈ മുഫ്തി മുഹമ്മദിന്റെ സഹോദരിയെ ഹൈജാക്ക് കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയപ്പോൾ, അതായത് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുട്ടിയെ കിഡ്നാപ്പ് ചെയ്തു എന്ന് പറയുകയും സുഖവാസത്തിന് കൊണ്ടുപോവുകയും ചെയ്ത ആ അവസരത്തിൽ ഇന്ത്യൻ മിലിറ്ററി വളരെ കഷ്ടപ്പെട്ട് പിടിച്ച തീവ്രവാദികളെ 5 ദിവസത്തിന് ശേഷം വിട്ടയക്കാനുള്ള ഒരു ഡ്രാമ നടത്തി. ആ ഡ്രാമ നടത്തിയത് മാത്രമല്ല, ഈ 5 ടെററിസ്റ്റുകൾ അവിടെ ഇന്ത്യൻ ആർമിയുടെ മുന്നിൽ നിന്ന് ഡാൻസ് ചെയ്ത് മുദ്രാവാക്യം വിളിച്ച് ഓപ്പണായിട്ട് അവിടെ നിസ്സഹാരായിട്ട് നിൽക്കേണ്ടി വന്നിരിക്കുന്ന ഡിഫൻസ് ഫോഴ്സസിന്റെ കണ്ടീഷൻ ഒന്ന് ആലോചിച്ചിട്ട് വേണം, യുദ്ധം വേണോ വേണ്ടയോ, ഏതാണ് ടെററിസ്റ്റ്. അതിനും കൂടി ഒരു റിപ്ലൈ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫർദർ ആൻസർ ഞാൻ പറഞ്ഞു തരാം. അത് എന്നിട്ട് JKLF-ന്റെ ജമ്മു ആൻഡ് കാശ്മീർ ലിബറേഷൻ ഫ്രണ്ടിന്റെ യാസിൻ മാലിക്കാണ് ഇതിന്റെ ആ സൂത്രധാരകൻ എന്ന് എല്ലാവർക്കും അറിയാം. കൂട്ടിക്കൊണ്ടുപോയതും യാസിൻ മാലിക് തന്നെയായിരുന്നു. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇപ്പോൾ മുതലക്കണ്ണീർ ഒഴുക്കിയാണ്. ഇപ്പൊ തന്നെ നിർത്തിയേക്കാൻ എന്താണ് കാരണം? ഇതുവരെ ഉള്ളത് മതി. ടെററിസം എന്ന് പറയുന്ന ഈ ഒരു സാധനം തുടങ്ങി വെച്ചതേ ഉള്ളൂ. ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഈ ടെററിസ്റ്റുകൾ ഇപ്പോഴും കാശ്മീരിലില്ല എന്ന് നമുക്കറിയാൻ പറ്റുമോ? ഇപ്പോഴും ഉണ്ട്. വി ഹാവ് ടു ബി വെരി വെൽ പ്രിപ്പയർഡ് ഫോർ ദി ജിഹാദി. വി ഹാവ് ടു ബി പ്രിപ്പയർഡ് ഫോർ ഫിദായിൻ. ഉണ്ടാവാം, ഫിദായിൻ അറ്റാക്ക് തന്നെ എസ്റ്റാബ്ലിഷ്മെന്റിലേക്ക് ഉണ്ടാവാം. അപ്പോൾ എന്ത് ആൻസർ കൊടുക്കും? ഒരു ആൻസറും ഇല്ല. പക്ഷെ ഇതിനെ തീർക്കുവാനായിട്ട് പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് വേണ്ടത്. പെർമനന്റ് സൊല്യൂഷൻ ചോദിച്ചു കഴിഞ്ഞാൽ 7/11 അമേരിക്കയിൽ ഉണ്ടായ ടെററിസ്റ്റ് അറ്റാക്കിന് ശേഷം പിന്നീട് അമേരിക്കയിൽ ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താണെന്നൊന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് അതേപോലെ തന്നെ ഇന്ത്യയും സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി മെഷേഴ്സ് എടുക്കണം. ഒരു കാരണവശാലും നമ്മൾ സംസാരിക്കും മതേതരത്വം, ബഹുസ്വരത്വം, വസുദൈവ കുടുംബകം, ഇതൊന്നും കൊണ്ട് തീവ്രവാദം തീരാൻ പോകുന്നില്ല. നമുക്ക് മനസമാധാനത്തോടെ കിടന്നുടങ്ങുവാൻ പറ്റത്തില്ല ഒരു കാരണവശാലും. ഈ ടെററിസത്തിന്റെ ഇതിനൊരു ആൻസർ കിട്ടുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് അടിക്കടി എന്നുള്ളത് അത് ഇരന്നു വാങ്ങുകയാണ്. ഇപ്പം പറയുന്ന യുദ്ധമില്ല. അതായത് ഗുജറാത്ത് മുതൽ രാജസ്ഥാൻ മുതൽ പഞ്ചാബ് മുതൽ ജമ്മു ആൻഡ് കാശ്മീർ വരെയുള്ള നിരയായിട്ടുള്ള എല്ലാ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെന്റിനെയും ഒരേ സമയം സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് യുദ്ധമല്ലാതെ പിന്നെ എന്താണ്? ഒരു പെർട്ടിക്കുലർ പോയിന്റിലാണോ അവർ എയിം ചെയ്തത്? അല്ല. ഒരു പെർട്ടിക്കുലർ ടാർഗറ്റ് ആണോ ചെയ്തത്? അല്ല. വി നെവർ ഡിക്ലെയർഡ് വാർ. ഇപ്പോഴും അതിർത്തിയിൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആണ്. വാർ ഡിക്ലെയർ ചെയ്തിട്ടില്ല. അതിർത്തി കാക്കുന്നത് BSF ആണ്. ഇൻ കേസ് ഓഫ് വാർ ദ BSF ഹാസ് ടു മൂവ് ബാക്ക് ആൻഡ് റെഗുലർ ആർമി ഷുഡ് മൂവ് അഹെഡ്. അതാണ് ആ സിറ്റുവേഷൻ എന്ന് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ഒരിക്കലും ഇന്ത്യ യുദ്ധം ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇതിനൊരു സൊല്യൂഷൻ വരുത്തണമെന്നുണ്ടെങ്കിൽ ഈ കിട്ടിയ അവസരം ഇപ്പോൾ വേണ്ട. ചൈന എത്ര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്? ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നു, വി ഡോണ്ട് വാണ്ട് ടു ഇന്റർഫിയർ. Both the countries, neighboring countries should sort out the issue by themselves. But here also the cunning jackal US ആണ്. എന്താണ് അവർ പറഞ്ഞത്? അത് ആ സമയത്ത് തന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും മറിച്ചും പറയും. ഇന്നലെ ജോൺ ബിട്ടാസ് പറഞ്ഞ വളരെ കറക്റ്റാണ്. അമേരിക്ക പറഞ്ഞു, മീഡിയയിൽ ഹൈലൈറ്റ് വരികയാണ്. അമേരിക്ക പറഞ്ഞു ടെററിസ്ഥാൻ ആക്രമണം നിർത്തി. 10 മണി കഴിഞ്ഞതോടെ ആക്രമണം നിർത്തി. ഡൊണാൾഡ് ട്രംപ് ഡിക്ലെയർ ചെയ്തു.
ഇനിയും ആക്രമണം വേണ്ട, ടെററിസ്ഥാൻ പുറകോട്ട് പോയി. നോ, ഇവിടെയാണ് പ്രശ്നം. വാട്ട് ദേ സെഡ് ടുഡേ, ഇന്നെന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇന്ന് പറഞ്ഞിരിക്കുന്നത് നേരെ തിരിച്ചാണ്. അതിനകത്തോട്ട് ഇന്റർഫിയർ ചെയ്യാൻ ഞങ്ങളില്ല. എനിവേ ദേ സ്റ്റാർട്ടഡ്, ദേ വാണ്ടഡ് ടു സീ ദ ഗെയിം. ദേ ആർ വെയിറ്റിംഗ് ഫോർ ദ ബൾക്ക് ഓർഡർ ഫ്രം ടെററിസ്ഥാൻ, ബൾക്ക് ഡിഫൻസ് ഓർഡർ, ബൾക്ക് ആംസ് ആൻഡ് ആമുനേഷൻ ഓർഡർ. ദേ ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. അപ്പം ആ ഒരു കണ്ടീഷനിൽ ഒരിക്കലും ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, ഈ ഇൻസിഡന്റ് ഉണ്ടായാൽ തീർച്ചയായിട്ടും ഫൈറ്റ് ചെയ്യുവാൻ ഇന്ത്യയാണെങ്കിലും നെയ്ബറിംഗ് കൺട്രി ആണെങ്കിലും മാത്രമേ കാണുകയുള്ളൂ. ആരും ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് വരില്ല. ദേ ദംസെൽഫ് ആർ റെസ്പോൺസിബിൾ. ഇവിടെ ഒരു ട്വിസ്റ്റ് വരുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ഒരു പക്ഷേ ട്രഡീഷൻ അനുസരിച്ചിട്ട് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒരു മാർഷ്യൽ ലോ ഡിക്ലെയർ ചെയ്ത് ഒരു അവിടുത്തെ മിലിറ്ററി ചീഫ് പ്രസിഡന്റ് ആവുന്ന ഒരു സിറ്റുവേഷനാണ് വരുന്നത്. ഇപ്പോൾ അവിടെ ഒരു ചേഞ്ച് വരുന്നുണ്ട്. ഇവിടെ ഞാൻ വിഷ്വലൈസ് ചെയ്യുന്നത്, ഇതിനൊരു ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ ഇമ്രാൻഖാനെ റിലീസ് ചെയ്തിട്ട്, ഓഫ് കോഴ്സ് അവിടെ PPPയും PMLഉം തമ്മിലുള്ള ജോയിന്റ് സർക്കാരാണല്ലോ, അപ്പോൾ അവരെ റിലീസ് ചെയ്തിട്ട് സിവിൽ ഗവൺമെന്റിന് സ്റ്റെബിലിറ്റി കൊടുക്കാനായിരിക്കണം നമ്മൾ കൂടുതൽ സമയം ശ്രദ്ധിക്കേണ്ടത്. സിവിൽ ഗവൺമെന്റിന് സ്റ്റെബിലിറ്റി കൊടുത്തു കഴിഞ്ഞാൽ, അവിടെ ഒരു സ്റ്റെബിൾ ഗവൺമെന്റ് ഉണ്ടാവുകയാണെങ്കിൽ, അവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് വന്നിട്ട് മാർഷ്യൽ ലോയ്ക്ക് കാര്യമില്ല എന്ന് വരികയാണെന്നുണ്ടെങ്കിൽ, ഒരു പക്ഷേ അതായത് ജപ്പാനിൽ യു നോ ദാറ്റ് ദി മർക്കാദർ കോൺസ്റ്റിറ്റ്യൂഷൻ എപ്പോഴാണ് എക്സിസ്റ്റ് ആയെന്നുള്ളത്, അതുപോലെ അവിടെ ഒരു ഭരണഘടനയിൽ ഒരു മേജർ ചേഞ്ച് വന്ന് ഈ തീവ്രവാദികൾക്ക് മെജോറിറ്റിയുള്ള, അതുപോലെ ISI കൺട്രോൾ ചെയ്യുന്ന ഡിഫൻസ് ഫോഴ്സസിന് ഒരു കാരണവശാലും എക്സ്ട്രാ പവർ കൊടുക്കാതെ ഗവൺമെന്റിന്റെ അണ്ടറിൽ ഒരു ഗവൺമെന്റായി മുന്നോട്ട് പോകും. ശരി, ശ്രീ ജോൺ ബ്രിട്ടാസ്, ഇവിടെ ശ്രീ മോഹനൻപിള്ള താങ്കൾക്ക് പറഞ്ഞ പരോക്ഷ വിമർശനം മറുപടി പറഞ്ഞോളൂ. അതോടൊപ്പം തന്നെ ഞാൻ ചേർത്ത് പറയുന്നത്, ഇവിടെ ഉണ്ടാകുന്നുണ്ട്, ഇവിടെ ആദ്യമേ ഉണ്ടാകുന്നതല്ല, പത്താംകോട്ട് ഉണ്ടായിട്ടുണ്ട്, ഉറിയിൽ ഉണ്ടായിട്ടുണ്ട്, റിയാസിൽ ഉണ്ടായിട്ടുണ്ട്, ഗന്ദർവാൾ ഉണ്ടായിട്ടുണ്ട്. ഈ പറഞ്ഞ സെയിം സ്ട്രാറ്റജി ഇപ്പോൾ ഈ നിരപരാധികളെ ഇങ്ങനെ മതം ചോദിച്ച് പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് പോകുന്നത് ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കാം. അതിനു മുമ്പ് എത്ര ഉണ്ടായി ശ്രീ ജോൺ ബ്രിട്ടാസ്. അപ്പോൾ അതിന് ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവണം. ആ ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടി നടത്തുന്ന നീക്കങ്ങളും യുദ്ധം എന്ന് പറയുന്ന ഒന്നും തമ്മിൽ ഇടയ്ക്കുള്ള നേർത്ത വര എവിടെയാണ് എന്നെങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാൻ കഴിയുക ശ്രീ ജോൺ ബ്രിട്ടാസ് MP? ഞാൻ ശ്രീ മോഹനൻപിള്ളയുടെ വൈകാരികമായിട്ടുള്ള പ്രതിപാദനം ശ്രദ്ധിക്കുകയായിരുന്നു. സമ്മിശ്രമാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ വികാരപരമായിട്ടുള്ള ഒരു അവസ്ഥ എനിക്ക് മനസ്സിലാവും. ഒരു പക്ഷേ ഞാൻ പ്രവർത്തിക്കുന്നൊരു തരത്തിൽ നിന്നായിരിക്കില്ല അദ്ദേഹത്തിൻ്റെ ചിന്തകളെ രൂപീകരിക്കുന്നത്. പക്ഷെ അദ്ദേഹം വളരെ സെലക്റ്റീവായ ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് എനിക്കൊരു സംശയമുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു സ്ത്രീയുടെ കരച്ചിലിനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം പിന്നെ മുഫ്തി മുഹമ്മദ് സയ്യിദിൻ്റെ മകള്, എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ആ സമയത്ത് ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ്, കാശ്മീരിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ്. റബിയ സയ്യിദിൻ്റെ കാര്യം പറഞ്ഞു, ഇതൊക്കെ പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ വൈകാരികത ഇന്ത്യൻ സർക്കാരോ ഇന്ത്യൻ സേനയോ പങ്കുവെക്കുന്നില്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിനെ ബോധ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ അമേരിക്കയിലുണ്ടായിട്ടുള്ള ടെററിസ്റ്റ് ആക്രമണം, വേൾഡ് ട്രേഡ് സെൻറ്റർ, അതിനുശേഷം അവർ ടാർഗറ്റഡ് ആയിട്ട് നീങ്ങുക ചെയ്തത്, ഒരു ഓപ്പറേഷനാണ് നടത്തിയത്, അല്ല യുദ്ധമല്ല നടത്തിയത്. ഒരിക്കലും ഈ തീവ്രവാദത്തെ ഒരു യുദ്ധം കൊണ്ട് തോൽപ്പിക്കാമെന്നുള്ളതൊരു വ്യാമോഹം മാത്രമാണ്. എന്താ കാരണം, ഇപ്പോൾ അദ്ദേഹം പറയുന്നത് പോലെ ഇപ്പോൾ പാകിസ്ഥാനെ അടിച്ച് നിരപ്പാക്കിയാൽ ഇപ്പം അഫ്ഗാനിസ്ഥാനിൽ സംഭവിച്ച പോലെ വരും. എന്താ കാരണം, അണുവായുധങ്ങൾ തീവ്രവാദ സംഘങ്ങളുടെ കയ്യിലേക്ക് വരും. അതാണ് അവിടുത്തെ തീവ്രവാദി സംഘങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇത് മാത്രമാണൊരു വഴി എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെയാണ് ഇപ്പം അതിനു മുമ്പ് നമ്മൾ പുൽവാമയ്ക്ക് ശേഷം ബാലക്കോട്ട് ചെയ്തില്ലേ, തീവ്രവാദം അവസാനിച്ചോ. പിന്നെ അദ്ദേഹം റാബിയ സയ്യിദിനെ വിട്ടയച്ചതിനെ കുറിച്ച് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന് സെലക്റ്റീവ് അംബിഷൻ ഉണ്ട്. അവിടുത്തെ ഗവൺമെന്റിന്റെ സ്റ്റെബിലിറ്റിയാ. ഡോൺ ബ്രിട്ടാസ് പ്ലീസ് പറയട്ടെ നിങ്ങൾക്ക് സെലക്റ്റീവ് അംനീഷ്യ എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഈ റാബിയ സയ്യിദിനെ വിട്ടയച്ചതിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞപ്പോൾ 999 ഇന്ത്യ എയർലൈൻസിൻ്റെ വിമാനം ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോയി കൊടും ഭീകരനായിട്ടുള്ള മൗലാന മസൂദ് അസറിനെ അന്നത്തെ ഗവൺമെൻറ് 999 സർക്കാർ ആരുടെ സർക്കാരാണെന്നുള്ളത് മോഹനൻപിള്ള ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്ക്. ഈ മൗലാന മസൂദ് അസർ ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഭീകരാക്രമണം നടന്നിട്ടുണ്ടോ ഇന്ത്യയിൽ? അതായത് അതിർത്തിയിൽ നിന്നുള്ള ഏത് ഭീകരപ്രവർത്തനത്തിൻ്റെയും പ്രധാനപ്പെട്ട പ്രഭവ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്നത് മൗലാന മസൂദ് അസറാണ്. ഇപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഉറ്റ ബന്ധുക്കൾ 10 പേര് കൊല്ലപ്പെട്ടുവെന്നും 4 സഹായികൾ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോഴും
ചർച്ച ചെയ്യപ്പെടുന്നത് മൗലാന മസൂദ് അസറിനെയാണ്. അതായത് നിങ്ങൾ അന്നത്തെ കേന്ദ്രമന്ത്രിയുടെ മകളെ വിട്ടയച്ചതിനെ കുറിച്ച് ഇവിടെ പ്രതിപാദിച്ചപ്പോൾ ഏറ്റവും കൊടും ഭീകരന്മാരായിട്ടുള്ള 4 പേരെ 999 വിട്ടയച്ച സംഭവത്തെ എന്തുകൊണ്ടാണ് നിങ്ങൾ വിസ്മരിച്ച് കളഞ്ഞത് മോഹനപിള്ള? അത് നിങ്ങൾ മറന്നുപോയത്? ആ കൊടും ഭീകരനിലെ അവിടെ പോയിട്ട് ജെയ്ഷെ മുഹമ്മദ് ഉൾപ്പെടെയുള്ള തീവ്രവാദി സംഘങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇപ്പോഴും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് വിട്ടയച്ച ഒരു തീവ്രവാദിയല്ലേ പിന്നീട് വാൾ സ്ട്രീറ്റ് ജേർണലിൻ്റെ പ്രധാനപ്പെട്ട ലേഖകനായിട്ടുള്ള ഡാനിയൽ പേളിനെ അറുത്തുകൊന്നത്? ഇതൊന്നും നിങ്ങൾക്കറിയില്ലേ? പിന്നെ ഈ ഒരു സമയത്ത് പരസ്പരം കുറ്റപ്പെടുത്തുന്നതിനെക്കുറിച്ച് ചിന്തിക്കാനേ കഴിയില്ല. ഉദാഹരണം പറഞ്ഞാൽ ഈ പഹൽഗാം സംഭവം ഉണ്ടായി. ഈ കഴിഞ്ഞ ദിവസം നടന്ന സർവകക്ഷി യോഗത്തിൽ ഈ പഹൽഗാമിലെ ഇൻ്റലിജൻസ് ഫെയിലറെക്കുറിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടി ഉന്നയിച്ചില്ല. ഞങ്ങൾ ആരും ഉന്നയിച്ചില്ല. ഞങ്ങൾ തീരുമാനിച്ചിരുന്നു പ്രതിപക്ഷം ഈ സമയത്ത് ഒരുമിച്ച് നിൽക്കേണ്ട കാര്യമാണെന്നുള്ളത്. അതേസമയം മോഹനപിള്ള മനസ്സിലാക്കേണ്ടത് 2008 മുംബൈയിൽ 26/11 എന്ന് പറയുന്ന ഭീകരപ്രവർത്തനം നടന്നപ്പോൾ, ആക്രമണം നടന്നപ്പോൾ അന്ന് 3 പ്രധാനപ്പെട്ട ആൾക്കാർ രാജിവെച്ചു. ആരൊക്കെയാണെന്ന് അറിയോ താങ്കൾക്ക്? താങ്കൾക്ക് അതുകൊണ്ട് മറവി ഉണ്ടാകരുത്. അന്നത്തെ ആഭ്യന്തരമന്ത്രി ശിവരാജ് പാട്ടീൽ, അന്നത്തെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി വിലാസ് റാവു ദേശ്മുഖ്, അന്നത്തെ ഉപമുഖ്യമന്ത്രി CR പാട്ടീൽ, 3 പേര് രാജിവെച്ചു. അപ്പം ഉത്തരവാദിത്വം എന്നുള്ള സാധനമുണ്ട് സിവിൽ ഭരണകൂടത്തിന്, അതുകൊണ്ട് മറക്കരുത്. പക്ഷേ ഈ ഒരു സമയത്ത് ഉദാത്തമായിട്ടുള്ള ഐക്യം ഈ രാജ്യത്ത് സാധ്യമാകണമെന്നുള്ള ചിന്തയിലാണ് പ്രതിപക്ഷ കക്ഷികൾ സമ്പൂർണമായിട്ടുള്ള പിന്തുണ സർക്കാരിനും സൈനിക ദളങ്ങൾക്കും കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ കുറച്ച് മുമ്പ് വിൻസെൻറ്റും അതുപോലെ തന്നെ ഹാഷ്മിയൊക്കെ ഏറ്റവും മഹത്തരമായിട്ടുള്ള ദൃശ്യത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. അതായത് സോഫിയ ഖുറേഷിയെക്കുറിച്ചും വ്യോമിക് സിംഗിനെക്കുറിച്ചും. അത് ഹാഷ്മിക്ക് അറിയുമെന്നറിയില്ല, എനിക്കറിയാവുന്നതുകൊണ്ട് പറയാം. ഈ 2 സ്ത്രീകൾ, ഈ 2 പോരാളികളായ സ്ത്രീകൾ, അവർക്ക് പെർമനൻറ്റ് കമ്മീഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ട്രിബ്യൂണലിലും സുപ്രീം കോടതിയിലും പോയി പോരാടി. അന്ന് കേന്ദ്ര സർക്കാർ അവർക്ക് പെർമനൻറ്റ് കമ്മീഷൻ കിട്ടുന്നതിന് എതിരെയുള്ള നിലപാടാണ് സ്വീകരിച്ചത്. ഇതൊന്നും ഇപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. പക്ഷേ മോഹനപിള്ള വളരെ വൈകാരികതയോടുകൂടി ഒരു സ്ത്രീയുടെ കരച്ചിലിനെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ ഇതേ മോഹനപിള്ള മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് പെഹൽഗാമിൽ ഈ ആക്രമണം നടന്നപ്പോൾ കാശ്മീർ താഴ്വരയിലെ ജനങ്ങൾ ഒന്നടങ്കം ഒരുമിച്ച് പാകിസ്ഥാനെതിരെ രംഗത്ത് വന്നു. അതായത് ഇത് ഞങ്ങളുടെ ഐക്യത്തെ തകർക്കാൻ വേണ്ടിയുള്ളതാണ്. പാകിസ്ഥാൻ മതഭ്രാന്തിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു രാജ്യമാണെങ്കിൽ അതേ മതഭ്രാന്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുവരാനുള്ള ഒരു ഗൂഢശ്രമമാണെന്ന് ആ ജനങ്ങൾ ഉദ്ഘോഷിച്ചു. അന്ന് കാശ്മീർ താഴ്വരയിലെ ശ്രീനഗറിലെ വെള്ളിയാഴ്ച ജുമായിൽ പങ്കെടുത്ത വിശ്വാസികൾ അവരുടെ കയ്യിൽ അവരെ കറുത്ത റിബൺ കെട്ടിയാണ് വന്നത്. മനസ്സിലാക്കണം, ആ ഒരു ഐക്യമുണ്ട്. അതായത് ഇന്ന് നമ്മൾ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ജ്വാലയാണ് ഉയർത്തുന്നത്, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലിൻ്റെ വിരൽ നമ്മൾ ചൂണ്ടുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, പാകിസ്ഥാൻ മതഭ്രാന്തിലൂടെ അഗാധ ഗർത്തത്തിലേക്ക് പതിച്ചതുപോലെ നമ്മുടെ രാജ്യത്തെയും അതുപോലുള്ള ഒരു അഗാധ ഗർത്തത്തിലേക്ക് നയിക്കാനുള്ള ഗൂഢാലോചന അരങ്ങേറുന്നുണ്ട്. അതുകൊണ്ട് ഇതുപോലുള്ള വിഭജനത്തിൻ്റെ വിത്തുകൾ പാകിക്കൊണ്ടായിരിക്കരുത് നമ്മൾ ചർച്ചയിൽ പങ്കെടുക്കേണ്ടത്. ഇപ്പോൾ ബാലറാം നെടുങ്ങാടിയുടെ വിവരണം നമ്മൾ കേട്ടു. ഉറിയിൽ നിന്ന് നമ്മുടെ നിഷ്കളങ്കരായ സാധാരണക്കാരായ ജനങ്ങൾ എങ്ങോട്ട് പോകണം, എവിടേക്ക് പോകണം, അല്ല ബൽട്ടാസ്, നമ്മൾ മതം പറയുന്നതല്ല, നമ്മൾ മതം പറയുന്നതല്ല, പറയുന്നത് ശരിയല്ല. ഇനിയിപ്പോ ഈ ഭീകരവാദികൾ പറയുന്നത് ഏതോ മതത്തിന് വേണ്ടി ചെയ്തു എന്നുള്ള പറയുന്നേ. ഉറിയിൽ ഇവർ കൊന്നൊടുക്കുന്ന ആരെയാണെന്നേ, പൂഞ്ചിൽ ഇവർ കൊന്നൊടുക്കുന്ന ആരെയാണെന്നേ. അപ്പൊ ഏതെങ്കിലും മതത്തിന് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ അവർ അത് ചെയ്യും. അപ്പൊ അവരുടെ 17 പേർ കൊല്ലപ്പെട്ടു. അതെ, അപ്പൊ അവരുടെ ഉദ്ദേശം മതമൊന്നുമില്ല സർ. അവരുടെ ഉദ്ദേശം അവർ കാണുന്ന തെറ്റെന്താണ്? ഇന്ത്യക്കാരാണ് തെറ്റ് മാത്രമേ അവർ കാണുന്നുള്ളൂ. ബാക്കി ചെയ്യുന്നതൊക്കെ ഈ പറയുന്ന വർഗീയ വിഭജന രാഷ്ട്രീയമാണ്. ഹാഷ്മി, ഞാനിപ്പോൾ പറഞ്ഞ് പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഞാൻ മോഹനപിള്ളയുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ കേന്ദ്ര സർക്കാരിനെയും ഇന്ത്യയുടെ സൈന്യത്തെയും നമ്മൾ വിശ്വസിക്കണം. അതായത് നമ്മുടെ ഡിഫൻസ് ഫോഴ്സസ് വളരെ ഉദാത്തമായിട്ട്, ഇന്നലെ നമ്മുടെ രാജ്യരക്ഷാ മന്ത്രി പറഞ്ഞെന്താണ്, ഞങ്ങൾ ഒരിക്കലും എസ്കലേഷന് വേണ്ടി നിലകൊള്ളുന്നില്ല, അവസരം കിട്ടിയ ഡീഎസ്കലേറ്റ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇന്ത്യ എന്ന് പറയുന്ന 4ാമത്തെ വലിയ ഇക്കോണമിയാണ്. ആ ഒരു ഇക്കോണമിക്ക് മുമ്പോട്ട് പോകണം. ഇപ്പം നിങ്ങൾ 70കളിലും 80കളിലെയും കണക്ക് പരിശോധിച്ച് നോക്ക്. പാകിസ്ഥാൻ്റെ പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത് ഒരു ഇന്ത്യക്കാരന് തുല്യമായിരുന്നു. അവർ ഈ മതഭ്രാന്തും അതുപോലെ തീവ്രവാദവും ഇങ്ങനെ ഞൊട്ടി ഞൊണഞ്ഞ് ഇന്ന് ആ ജനങ്ങൾ ദരിദ്രമായിക്കൊണ്ടിരിക്കുകയാണ്.
ഒരു ശരാശരി മലയാളിയുടെ പാതി മാത്രമാണ് അവരുടെ പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം പോകാൻ പാടില്ല. ഉത്തരവാദിത്തപ്പെട്ട രാജ്യമായിരിക്കണം. നമ്മൾ എത്രയോ കാലമായിട്ട് ഈ ഭീകരതയെ നമ്മൾ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതൊരു കിട്ടിയ ചാൻസാണ്, അടിക്കണമെന്നൊക്കെ പറഞ്ഞ് യുദ്ധത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ നയിക്കാൻ പാടില്ല. ഒരു കാര്യം കൂടി എനിക്ക് ഇവിടെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹമാണ്. അതായത് പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി, രാജ്യരക്ഷാ മന്ത്രി ഖ്വാജ ആസിഫ് സ്കൈ ടെലിവിഷന് കൊടുത്ത ഒരു അഭിമുഖമുണ്ട്. അത് ശ്രദ്ധിക്കണം. എന്താ കാരണം എന്ന് വെച്ചാൽ ആ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ സോവിയറ്റ് പക്ഷ ഗവൺമെൻറ്റിനെ തുരത്താൻ വേണ്ടിയിട്ട് അമേരിക്കയും പാശ്ചാത്യ ശക്തികളും ഞങ്ങളെ നിർബന്ധിച്ച് ഞങ്ങളുടെ മണ്ണ് തീവ്രവാദി സംഘങ്ങളുടെ ഈറ്റില്ലമാക്കി മാറ്റി. അങ്ങനെ തീവ്രവാദി സംഘടനകൾ അങ്ങനെ പെരുകി ഞങ്ങളുടെ മണ്ണിൽ 3 പതിറ്റാണ്ട് കാലം ഞങ്ങളെ കൊണ്ട് ഈ ഡേർട്ടി ജോബ്, ഈ വൃത്തികെട്ട ജോലി ചെയ്യിപ്പിച്ചത് ഈ പാശ്ചാത്യ ശക്തികളാണ്. ഇന്ന് ആ പാശ്ചാത്യ ശക്തികൾ ഞങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടുമ്പോൾ അവർ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞങ്ങളെ ഈ ദയനീയ അവസ്ഥയിലേക്ക് എത്തിച്ചത് നിങ്ങളാണ് എന്ന് പറഞ്ഞത് മറ്റാരുമല്ല, ഖ്വാജ ആസിഫ്. ഏതെങ്കിലും ഒരു പാശ്ചാത്യ നേതാവ് അതിനെ പ്രതിരോധിക്കാനോ അത് ശരിയല്ലെന്ന് പറയാനോ തയ്യാറായോ? അതുകൊണ്ട് നമ്മളെ വിശ്വസിക്കണം, നമ്മുടെ ജനതയെ വിശ്വസിക്കണം. അതുകൊണ്ടാണ് സർവകക്ഷി യോഗത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞത്, ഇതിൻ്റെ ദുരന്തം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് കേരളത്തിലുള്ളവരോ മറ്റുള്ള സ്ഥലങ്ങളിലുള്ളവരോ അല്ല, ഈ അതിർത്തിയിലുള്ള ആൾക്കാരാണ്. പാകിസ്ഥാനേക്കാൾ കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ. അത് വിൻസെൻ്റ് പറഞ്ഞതുപോലെ ഒരു മതനിരപേക്ഷ ഭരണഘടന അംഗീകരിച്ച് കോടാനുകോടി മുസ്ലിങ്ങൾ ഈ രാജ്യത്ത് നിലകൊണ്ടത് നമ്മളോടുള്ള വിശ്വാസം കൊണ്ടാണ്, ഭരണഘടനയോടുള്ള വിശ്വാസം കൊണ്ടാണ്. അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ പോകണം. സർവകക്ഷി യോഗത്തിൽ വന്ന നിർദ്ദേശം, അതായത് കഴിയാവുന്ന രീതിയിൽ ഏത് സമയത്താണോ ഉചിതമാകുന്നത് ആ സമയത്ത് ഗവൺമെൻറ് ഒരു സർവകക്ഷി സംഘത്തെ നയിച്ചുകൊണ്ട് കാശ്മീർ താഴ്വരയിലേക്ക് പോയി ആ ജനങ്ങളെ ചേർത്ത് നിർത്തണം. ജനങ്ങളെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് മാത്രമേ തീവ്രവാദത്തെ നേരിടാൻ കഴിയുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മറക്കണം, നമ്മൾ ഓർക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, അതായത് അടിക്ക് തിരിച്ചടി കൊടുക്കണം. അതായത് ഇന്ത്യ എന്നുള്ള ഒരു രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഐക്യവും സംരക്ഷിക്കാൻ എന്താണ് യഥാർത്ഥത്തിൽ വേണ്ടത് എന്ന് കേന്ദ്ര സർക്കാരും സൈനിക ദളങ്ങളും തീരുമാനിക്കണം. ആ തീരുമാനത്തിനോടൊപ്പം ഈ രാജ്യമുണ്ട്. മറിച്ച് ഇന്നതാണ് വഴി, യുദ്ധജനം ഉണ്ടാക്കണം, അതായത് യുദ്ധവെറി ഉണ്ടാക്കണം. അതിലൂടെ മാത്രമേ നമുക്ക് പ്രശ്നം പരിഹരിക്കാൻ കഴിയൂ എന്നുള്ള രീതിയിലുള്ള സൂചനകൾ നൽകുന്നത് യഥാർത്ഥത്തിൽ വലിയൊരു വിപത്ത് സൃഷ്ടിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ യുദ്ധമെന്ന് പറയുന്നത് എന്താണ്, അതൊരു പരിഹാരമല്ല എന്നുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകളെങ്കിലും ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ഈ യുദ്ധവരി ഉണ്ടാക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് ഈ വേളയിൽ പറയാനുള്ളത്. ഞാൻ മോഹൻ പിള്ളേക്ക് എത്താം പോട്ടെ. ഞാൻ ശ്രീ മോഹൻ വർഗീസ്, ഇവിടെ ശ്രീ ജോൺ ബ്രിട്ടാസ് സർവകക്ഷി യോഗത്തിൽ ഇപ്പോൾ ശ്രീ ജോൺ ബ്രിട്ടാസിന് ചില രാഷ്ട്രീയ വ്യത്യാസങ്ങളുണ്ട്, എല്ലാവർക്കും ആ രാഷ്ട്രീയ വ്യത്യാസങ്ങളുണ്ട്. ആ രാഷ്ട്രീയ വ്യത്യാസങ്ങളൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റിവെച്ച് സർവകക്ഷി യോഗത്തിൽ നമ്മുടെ സർക്കാരിന് സമ്പൂർണ്ണ പിന്തുണ നൽകുകയാണ്. BJP-യുമായിട്ട് നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളൊക്കെയും. പാകിസ്ഥാനിൽ സംഭവിക്കുന്നത് എന്താണ്? അവിടെ ഒരു MP ഇന്നലെ പൊട്ടിക്കരയുകയാണ്, ഒരു മുൻ സൈനിക ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു, പൊട്ടിക്കരയുകയാണ്. പാകിസ്ഥാനെ യുദ്ധത്തിൽ നിന്ന് കാക്കണേ എന്ന ഭരണകൂടത്തോട് യാചിക്കുകയാണ്. ഇന്ന് വേറൊരു MP യുടെ പ്രസംഗം കൊണ്ട് വേറൊരു MP പറയുന്നത് ഈ പറയുന്ന ഷഹബാസ് ഷെരീഫ് ഏത് ബങ്കറിൽ പോയി ഒളിച്ചിരിക്കുകയാണ്, രാജ്യം പ്രശ്നമുണ്ടാകുമ്പോഴേക്കും ഒളിച്ചോടാൻ നാണമുണ്ടോ പ്രധാനമന്ത്രി എന്ന് ചോദിക്കുകയാണ്. ആ MP പറയുകയാണ്, നിങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ വലിയ ഫ്ലാറ്റുകളും വലിയ സൗധങ്ങളും നിങ്ങൾക്ക് ചാർട്ടേഡ് ഫ്ലൈറ്റൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് വേണേൽ കയറിയങ്ങ് പോകാം, അനുഭവിക്കുന്നത് ഞങ്ങൾ പാവം ജനങ്ങളാണ് എന്ന് പരസ്യമായ ഒരു ദേശീയ അസംബ്ലി പറയുകയാണ്. ബലൂചിസ്ഥാനിൽ അവിടെ അവർ കൊറ്റ പിടിച്ചു, അവർ ഈ പറയുന്ന എണ്ണപ്പാടങ്ങൾ പിടിക്കുന്നു. അവിടെ നിന്ന് പാക് സേന മാറിയപ്പോഴേക്കും അവരവിടെ പൂണ്ടുവിളയാട്ടം, അഴിഞ്ഞാട്ടമാണ്. അപ്പോൾ അത്തരത്തിൽ ശ്രീ മോഹൻ വർഗീസ് നോക്കൂ, അതിനകത്ത് അങ്ങേയറ്റം അസ്വസ്ഥതകൾ, അങ്ങേയറ്റം കലാപങ്ങൾ, അങ്ങേയറ്റം തമ്മിലടി. ഇമ്രാൻ അനുകൂലികൾ തെരുവിലിറങ്ങുന്നു. ആ രാഷ്ട്രത്തിന് ഇന്ത്യയോട് ഒരു യുദ്ധത്തെപ്പറ്റി ആലോചിക്കാൻ പോലും കഴിയുമോ മോഹൻ വർഗീസ്? ഒരിക്കലുമില്ല. ഇത് യാഥാർത്ഥ്യത്തിൻ്റെ മുഖമാണ് ഈ രണ്ട് പ്രസംഗങ്ങളിലൂടെ പാകിസ്ഥാൻ പാർലമെൻറ്റിൻ്റെ ഫ്ലോറിൽ നിന്നുകൊണ്ടുള്ള കഴിഞ്ഞ ദിവസത്തെ ഒരു MP-യുടെ തുറന്നു പറച്ചിലും ഗദ്ഗതകണ്ഠനായി അദ്ദേഹം ലോകത്തോടായി പറഞ്ഞ ചില കാര്യങ്ങളാണ്. ആ യാഥാർത്ഥ്യവും ഇന്നത്തെ ദിവസം പാർലമെൻറ്റിൽ ഇരുന്നുകൊണ്ട് മറ്റൊരു പ്രതിപക്ഷ MP പറഞ്ഞ മറ്റൊരു യാഥാർത്ഥ്യം, ഷഹബാസ് ഷെരീഫും പൊളിറ്റിക്കൽ ക്ലാസ്സുമെല്ലാം നാട് വിട്ടു പോകും, പക്ഷെ ശരാശരിക്കാരായ പാകിസ്ഥാൻകാർ ഇവിടെ തന്നെ ഉണ്ടാകും. നിങ്ങളുടെയൊക്കെ നിക്ഷേപം അങ്ങ് ലണ്ടനിലും ന്യൂയോർക്കിലും പലയിടത്തുമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ട് രീതിയിലുള്ള ക്ലാസ്സസ് ആണ്. ഒരു പൊളിറ്റിക്കൽ മിലിറ്ററി ക്ലാസ്,
അവരെല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിക്കുന്നു. പാകിസ്ഥാൻ്റെ റിസോഴ്സസിൻ്റെ സിംഹഭാഗവും എത്തിച്ചേരുന്നത് മിലിറ്ററി ലീഡർഷിപ്പ് ആൻഡ് ഓൾസോ പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിലെ ഉന്നത സ്ഥാനീയർ. അത് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയിലെയും പാകിസ്ഥാൻ മുസ്ലിം ലീഗിലെയും ആളുകളുണ്ടാകും. ഒരുപക്ഷെ ഇമ്രാൻഖാൻ്റെ പാർട്ടിയിൽ ആ രീതിയിലുള്ള സ്റ്റേച്ചറുള്ള ആളുകൾ ഉണ്ടാവില്ല. ഇവരുടെ എല്ലാം നിക്ഷേപങ്ങൾ വിദേശ രാജ്യങ്ങളിലുണ്ട്. അവരതുകൊണ്ട് സുരക്ഷിതരാണ്. പാകിസ്ഥാൻ വിട്ട് ഓടേണ്ടി വന്നാൽ അവർക്ക് വേറെ താവളങ്ങളുണ്ട്. പക്ഷേ യഥാർത്ഥ പാകിസ്ഥാനി അവരുടെ നിക്ഷേപങ്ങൾ അവിടെ തന്നെയാണ്, പാകിസ്ഥാനിൽ തന്നെയാണ്. ആ നിക്ഷേപങ്ങൾക്ക് മേലെ വെച്ചുകൊണ്ടാണ്, അവരെ ബന്ദിയാക്കി നിർത്തിക്കൊണ്ടാണ്, അവരെ പിടിച്ചു വെച്ചുകൊണ്ടാണ് ഇന്ത്യക്കെതിരെയുള്ള ഈ ചക്കളത്തെ പോരാട്ടം പാകിസ്ഥാൻ നടത്തുന്നത് എന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ നോക്കൂ, പാകിസ്ഥാൻ്റെ ആഭ്യന്തര വൈരുദ്ധ്യം, അതേക്കുറിച്ച് ഇന്ത്യക്ക് നന്നായി അറിയാം. ഇന്ത്യ ഈസ് എ സ്റ്റഡി ഓറിയൻറ്റഡ് കൺട്രി. യഥാർത്ഥ റിസർച്ചാണ്. ഈ 15 ദിവസം ഇന്ത്യയുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, പ്രത്യേകിച്ച് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് ആൻഡ് ഓൾസോ NIA ആൻഡ് ഓൾസോ ദ പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, എല്ലാവരും തന്നെ പഠനത്തിനും ഇൻട്രോസ്പെക്ഷനും അതുപോലെ തന്നെ വലിയ ഗവേഷണത്തിനുമുള്ള സമയമായിരുന്നു. പാകിസ്ഥാൻ്റെ ബലഹീനത എവിടെ എന്ന് തിരിച്ചറിയാനുള്ള ഒരു വിവേകം ഇന്ത്യയുടെ നയരൂപീകരണ സംവിധാനത്തിലുണ്ട്. അത് രാഷ്ട്രീയം മാറ്റി നിർത്തി പറയുകയാണ്. അത് BJP എന്നോ കോൺഗ്രസ് എന്നോ ഒന്നുമല്ല. കാലാകാലങ്ങളിൽ കോൺഗ്രസ് പാർട്ടി ഇന്ത്യ ഭരിച്ചിരുന്ന സമയത്തും BJP ഇന്ത്യ ഭരിക്കുമ്പോഴും എല്ലാം തന്നെ നമ്മുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് വളരെ സെക്യൂറാണ്, സ്ട്രോങ് ആണ്. ദേശ സുരക്ഷയുടെ കാര്യത്തിൽ മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല എന്നതാണ്. നിവൃത്തിക്കേടിൻ്റെ പേരിലാണ്, സമ്മതിക്കുന്നു. 1989 കാര്യം ഇവിടെ പറഞ്ഞു. അന്ന് മുഫ്തി മുഹമ്മദ് സയ്യിദ്, അന്ന് വിദേശകാര്യമന്ത്രിയായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഒന്നുകിൽ ഡിഫൻസ് മിനിസ്റ്റർ അല്ലെങ്കിൽ വിദേശകാര്യമന്ത്രിയായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. VP സിംഗ് പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ആ ഒരു മിസ്റ്റർ മോഹൻ പിള്ള സൂചിപ്പിച്ച ഒരു കാര്യം, അത് വലിയൊരു നാണക്കേട് ഉണ്ടായി ഇന്ത്യയൊക്കെ എന്നതിൽ സംശയമൊന്നുമില്ല. ആഭ്യന്തരമന്ത്രി മുഫ്തി മുഹമ്മദ് സയ്യിദ് എന്ന ആഭ്യന്തരമന്ത്രി, ആ മുഫ്തി മുഹമ്മദ് സയ്യിദിൻ്റെ പ്രിയപുത്രിയായ മെഹബൂബ മുഫ്തിയുടെ ഇന്നത്തെ കണ്ണീരാണ് ഒരു പക്ഷേ നമ്മുടെ സംസാര വിഷയമായത്. ഇതൊരു വൈകാരിക പ്രതികരണം എന്നതിന് അതീതമായി കൂടുതൽ അർത്ഥങ്ങൾ നമ്മൾ ഈ സമയത്ത് കാണേണ്ടതില്ല. ഇത് രാജ്യം ഒരൊറ്റ സ്വരത്തിൽ, പ്രധാനപ്പെട്ട പാർട്ടിയായ കോൺഗ്രസും ഇടത് കക്ഷികളും എല്ലാം പ്രതിപക്ഷം നിന്നുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ എഫേർട്സിന് രാഷ്ട്രീയം മാറ്റി നിർത്തി പൂർണ്ണ പിന്തുണ നൽകുമ്പോൾ സംശയത്തിൻ്റെ ഒരു ആരോപണത്തിൽ ഈ സൈന്യത്തെയോ ഒക്കെ നിർത്തുക, അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയും പാക് പ്രധാനമന്ത്രിയും സംസാരിച്ചാൽ തീരുന്നതേ ഉള്ളൂ എന്ന രീതിയിൽ തുച്ഛീകരിച്ചത് മെഹബൂബ മുഫ്തി കണ്ടതിന് എനിക്ക് യോജിക്കാനാവുന്നില്ല. അതുപോലെ തിരിച്ച് പാകിസ്ഥാനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇന്ത്യയിൽ വേറിട്ട കുറച്ച് സ്വരങ്ങളെ മാറ്റി നിർത്തിയാൽ സോളിഡാണ് സംഭവങ്ങൾ. ഇന്ത്യയുടെ ആർമി പ്രൊഫഷണലാണ്, ഫോക്കസ്ഡ് ആണ്. അവരെ പ്രിസിഷൻ സ്ട്രൈക്കിങ്ങിലേക്കാണ് നീങ്ങിയത്. നോക്കൂ, ഒരു പ്രൊഫഷണൽ ആർമിയുടെ ലക്ഷണമാണ് പ്രിസിഷൻ സ്ട്രൈക്കിംഗ്. ഒന്നാമത്തെ വേവ് സിന്ധൂർ, ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഒന്നാമത്തെ വേവിൽ തീവ്രവാദ ടാർഗറ്റുകൾ മാത്രം അറ്റാക്ക് ചെയ്യുന്നു. ഒരു മെഷേർഡ് റെസ്പോൺസ് ആണ്. പക്ഷേ രണ്ടാമത്തെ വേവിൽ മിലിറ്ററി ഇൻസ്റ്റലേഷൻസ് ചെയ്യുന്നു. അവിടെ രണ്ടും തന്നെ എസ്കലേറ്ററി ഡൈനാമിക്സിലേക്ക് നീങ്ങിയത് പാകിസ്ഥാനാണ് എന്ന് വ്യക്തമായി ലോകരാജ്യങ്ങളെ നയതന്ത്ര നീക്കങ്ങളിലൂടെ ബോധ്യപ്പെടുത്താൻ, യഥാർത്ഥ നീക്കങ്ങളിലൂടെ ബോധ്യപ്പെടുത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നതാണ് വിജയം. അതുകൊണ്ട് ഹൂ ഈസ് ക്രിയേറ്റിംഗ് എസ്കലേഷൻ? ദ ഓൺലി ആൻസർ ഈസ് പാകിസ്ഥാൻ. ഇതൊരു പ്രോപ്പഗാൻഡ മെഷീനറിയുടെ ഭാഗത്തു നിന്ന് പറയുന്നതല്ല, റെസ്പോൺസിബിൾ രാജ്യത്തിൻ്റെ ലക്ഷണമാണ്. മറുവശത്ത് പാകിസ്ഥാൻ്റെ, നമ്മൾ വിഷയത്തിലേക്ക് തന്നെ വരുന്നു, പാകിസ്ഥാനിൽ നിന്ന് ഉയരുന്ന വിരുദ്ധമായ സ്വരങ്ങൾ. ശ്രീ ഹാഷ്മി, എന്താണ് വിരുദ്ധത? പാകിസ്ഥാൻ പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് സ്റ്റാൻഡ് എക്സ്ട്രീംലി വിവിസെക്ടഡ് ആൻഡ് ഡിവൈഡഡ് എന്ന് പറഞ്ഞാൽ ഖൈബർ പഖ്തൂൺഖ മേഖലയിലെ പ്രബല പാർട്ടിയാണ് ഇമ്രാൻഖാൻ്റെ പാർട്ടി, പാക് തെഹ്രികെ ഇൻസാഫ് പാർട്ടി. ആ പാർട്ടി ഇന്ന് പ്രക്ഷോഭത്തിൻ്റെ മോഡിലാണ്. പാകിസ്ഥാനിൽ ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. ഒരു രീതിയിലുള്ള മോബോക്രസിയാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. അത് മാത്രമല്ല, ജനകീയ വികാരത്തെ ഒരു പ്രത്യേക രീതിയിലേക്ക് കൊണ്ടുപോവുകയാണ് സൈന്യവും ചില കക്ഷികളും ചേർന്നുകൊണ്ട്. പാവ സർക്കാർ പാകിസ്ഥാൻ ഭരിക്കുന്നു. ഇതെല്ലാം തന്നെ വലിയൊരു വിപത്താണ്. അപ്പം പൊളിറ്റിക്കൽ ഫ്രട്ടേണിറ്റിയിൽ യാതൊരു ഐക്യവുമില്ല. അത് ഒരു വശം. രണ്ടാമത്തെ വശം മിലിറ്ററി ആൻഡ് പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് തമ്മിലുള്ള ഡിസ്കഷൻ, പാരിറ്റി അതൊട്ടും തന്നെ ഇല്ല. ഇന്ത്യ നോക്കൂ, ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വം നിരന്തരമായ ചർച്ചകളിലാണ്. സൈനിക നേതൃത്വവുമായും ഇൻ്റലിജൻസ് സംവിധാനങ്ങളുമായും നിരന്തരം ചർച്ചകളിലാണ്. സമയാസമയങ്ങളിൽ അത് രാജ്യത്തെ അറിയിക്കുന്നുണ്ട്. നോക്കൂ, വ്യോമിക സിംഗ്, വിംഗ് കമാൻഡർ വ്യോമിക സിംഗും അതുപോലെ ഈ കരസേനയിലെ ഉന്നത ഉദ്യോഗസ്ഥയായ സോഫിയ ഖുറേഷിയും ആദ്യ ദിവസം
ഒരു കോമ്പാറ്റ് ഗിയറിലല്ല മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നതെന്ന് ഓർക്കണം. സൈനികനായ മോഹൻ പിള്ള ഉൾപ്പെടെ ശ്രദ്ധിച്ചു കാണുമെന്ന് നോക്കുന്നു. ഒരു ജനറൽ പർപ്പസ് യൂണിഫോമിലാണ് ഇവർ രണ്ടും വന്നത്. അന്ന് ഇന്ത്യ ഒരു എസ്കലേറ്ററി ഡൈനമിക്സ് അല്ല ഇന്ത്യ ആക്രമിച്ചത്, പാകിസ്ഥാനെ അല്ല, ഭീകര ക്യാമ്പുകളെ മാത്രമാണ്. അത് വിവരിക്കാനാണ് വന്നത്. പക്ഷേ രണ്ടാം ദിവസം അതായത് ഇന്നലെ അതേ ആളുകൾ തന്നെ ആദ്യം വിക്രം മിശ്രയും പിന്നീട് 2 വനിതകളും വന്നു. അവര് ബാറ്റിൽ ഗിയറിൽ തന്നെയാണ് വരുന്നത്, ക്യാമഫ്ലാഷ് ഡ്രസ്സിലാണ് വരുന്നത്. ഇന്ന് വന്നതും അങ്ങനെയാണ്. പതുക്കെ തന്നെ ഇന്ത്യ ഒരു വ്യത്യസ്തമായ ബോർഡിലേക്ക് നീങ്ങുന്നു എന്നതിന്റെ വ്യക്തമായ സൂചന. മറുവശത്ത് പാകിസ്ഥാൻ ആകെ ചിതർ നിൽക്കുകയാണ്. ബലൂചിസ്ഥാനിൽ നിന്ന് സ്ഫോടനം നടന്നു, ഖ്വറ്റ പിടിച്ചു എന്ന രീതിയിലുള്ള വാർത്തയാണ്. ബലൂച്ച് ലിബറേഷൻ ആർമി ഖ്വറ്റയുടെ മുഴുവനായിരിക്കില്ല, ബലൂചിസ്ഥാൻ തലസ്ഥാനമായ ഖ്വറ്റ നഗരത്തിന്റെ ചില ഭാഗങ്ങൾ പിടിച്ചിരിക്കുന്നു. ആർമി ബാരക്കുകൾ കൺട്രോൾ ചെയ്യുന്നു. ആർമിയുടെ ഡിവിഷനുകളെ അതിർത്തിയിലേക്ക്, പഞ്ചാബ്, രാജസ്ഥാൻ, കാശ്മീർ അതിർത്തിയിലേക്ക് മാറ്റേണ്ട ദുര്യോഗമുണ്ടായി. അതുകൊണ്ട് ഈ യുദ്ധത്തിന്റെ ബാക്കി പത്രമായി സംഭവിക്കാൻ സാധ്യതയുള്ളത് ഇന്ത്യയുടെ ഒരു ഗ്രാൻഡ് സ്ട്രാറ്റജിയാണ് പാകിസ്ഥാന്റെ ഡീസ്റ്റെബിലൈസേഷൻ. പാകിസ്ഥാൻ വിവിസെക്റ്റഡ് ആകാൻ പോവുകയാണ് ഒരിക്കൽ കൂടി എന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിൽ ഇപ്പോൾ തന്നെ സൈന്യത്തിന്റെ പിടി കണ്ടമാനമായി കടുത്ത ആക്രമണം. ബ്രിഗേഡിയർ മോഹൻ പിള്ളയ്ക്ക് ഒന്ന് പോകണം. അതുകൊണ്ടാണ് മോഹൻ പിള്ള യഥാർത്ഥത്തിൽ നമ്മൾ വൈകാരികമായുള്ള കാരണം എന്താണ്? ഈ പറഞ്ഞ 26 നിരപരാധികളുടെ വേദന കണ്ട വൈകാരികത, ഈ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒക്കെ ഈ വലിയ തോതിലുള്ള പാകിസ്ഥാനെ തകർത്ത് കളയണം, തരിപ്പണമാക്കണം എന്നൊക്കെയുള്ള വലിയ മുറവിളി ഉയരുന്നുണ്ട്. അങ്ങനെ മുറവിളിക്കുന്നവരെ ഞാൻ വ്യക്തിപരമായ കുറ്റവും പറയില്ല ശ്രീ മോഹൻപിള്ള. പക്ഷേ നമ്മുടെ 3 വാർത്താ സമ്മേളനങ്ങൾ നോക്കൂ, എത്രമാത്രം അളന്നു കുറിച്ച വാർത്താ സമ്മേളനങ്ങളാണ്. വൈകാരികതയുടെ അംശമുണ്ടോ? നമ്മുടെ രാഷ്ട്ര നേതാക്കളുടെ പ്രതികരണങ്ങൾ, പ്രധാനമന്ത്രിയുടെ, പ്രതിരോധ മന്ത്രിയുടെ പുറത്തു വന്ന പ്രതികരണങ്ങൾ നോക്കൂ, തരിമ്പ് പോലും വൈകാരികതയില്ല. അളന്നു കുറിച്ച പറയേണ്ട കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഏതെങ്കിലും തരത്തിൽ വെല്ലുവിളിയുടെ ഇപ്പോൾ പാകിസ്ഥാനിലെ ഖ്വാജ ആസിഫ്, ഷഹബാസ് ഷെരീഫ്, ബിലാവൽ ഭൂട്ടോ, അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ നിലവിട്ട് പറയുന്ന പോലെ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ് അങ്ങനെ നിലവിട്ട് വൃത്തികെട്ട വർത്താനം പറഞ്ഞു കേട്ടോ? ഇല്ല. വൈകാരികതയല്ല അവിടെ വേണ്ടത് എന്ന ജോൺ ബ്രിട്ടാസ് പറയുന്നതിനും ഒരു റൂമുണ്ട്, ഒരിടമുണ്ട്. വൈകാരികത ഉണ്ടാവുന്നതിൽ തെറ്റില്ല എന്ന് ഞാൻ വിശ്വസിക്കുമ്പോഴും. ശ്രീ മോഹൻപിള്ള. യെസ്, ഐ കം ടു ദാറ്റ് പോയിന്റ്. ഞാൻ പറഞ്ഞത് ടെററിസം കർബ് ചെയ്യാൻ, അതായത് സൂപ്രമസി ഓഫ് ഡിഫൻസ് ടെററിസ്ഥാനിലുള്ള അതിനെ ഓവർകം ചെയ്ത് വേണമെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വരെ അമെൻഡ് ചെയ്ത് ഇന്ത്യൻ രീതിയിലുള്ളത്, അതായത് ഡിഫൻസ് ഷുഡ് ബി അണ്ടർ ഡെമോക്രാറ്റിക്കലി ഇലക്റ്റഡ് ഗവൺമെൻറ്. അവിടെ മാത്രമേ അതിനൊരു പോസിബിലിറ്റി ഉള്ളൂ. അത് ശ്രദ്ധിച്ചോ എന്നറിയില്ല. അത് ജോൺ ബ്രിട്ടാസ് ശ്രദ്ധിച്ചു കാണില്ല. കാരണം രണ്ടാമത് കണ്ടഹാർ ഹൈജാക്ക്, നമ്മൾ ഈ പഹൽഗാം അറ്റാക്കിന് ശേഷം ഇതേ ചാനലിൽ തന്നെ പല ഡിസ്കഷൻസ് നടന്നു. ആ ഡിസ്കഷനിലെല്ലാം പല പ്രാവശ്യം നമ്മളിത് ചർച്ച ചെയ്താണ്. ബിക്കോസ് ഹി ഹിംസെൽഫ് അഡ്മിറ്റഡ് ദാറ്റ് ഹി വാസ് നോട്ട് അറ്റ് ഓൾ ലിസണിങ് ടു, സമയം കിട്ടി കാണില്ല, നമ്മുടെ പ്രത്യേകിച്ച് കേരള ചാനൽ ശ്രദ്ധിച്ചു കാണില്ലായിരിക്കാം, മേ ബി അതുകൊണ്ടായിരിക്കാം. ഇത് പല പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുണ്ട്. രണ്ടാമത് ഇത് വളരെ സ്പഷ്ടമായിട്ട് പറയുന്നു, യുദ്ധം അനിവാര്യമല്ല, പക്ഷെ തിരിച്ചടിച്ചോണം. ആ പോയിന്റ് ഒന്ന് എലാബറേറ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ പറയാം. കാര്യം ഈ ഗുജറാത്ത്, പഞ്ചാബ്, രാജസ്ഥാൻ, ജമ്മു, ശ്രീനഗർ എല്ലായിടവും അവർ ടാർഗറ്റ് ഒറ്റ സമയത്ത് തന്നെ അറ്റാക്ക് ചെയ്യുവാണ്. അപ്പോൾ ഇതിനെല്ലാം കൂടി നമ്മൾ ഒരേ സമയത്ത് അത്രയും കൗണ്ട് ചെയ്യുവാണെങ്കിൽ ടെററിസ്ഥാൻ്റെ ഓരോ ഡിസ്ട്രിക്റ്റുകളും കാണത്തില്ല. അപ്പോൾ അറ്റാക്ക് ചെയ്യാൻ ഒരു സൈഡിൽ കൂടെ പറയുന്നുണ്ട്, പക്ഷേ യുദ്ധമല്ല. അത് തന്നെയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. പേരിട്ടിട്ടില്ല, യുദ്ധം എന്ന് വിളിക്കുന്നില്ല. പക്ഷെ അടിക്ക് തിരിച്ചടി കൊടുക്കാൻ ഞങ്ങൾ എല്ലാവരും സമ്മതിച്ചിട്ടുണ്ട്. ആ അടിക്ക് തിരിച്ചടി തന്നെയാണ് നടക്കുന്നതും. പക്ഷെ ഇന്റർനാഷണൽ ഫോറത്തിൽ യുദ്ധം എന്നൊരു വേർഡ് ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഞാൻ പറയുന്നത് ഇതിപ്പോ 2 ആണവ രാഷ്ട്രങ്ങളെ പറ്റിയാണ് പറയുന്നത്. എത്ര പാകിസ്ഥാനിന് എത്ര മുടിഞ്ഞു കിടക്കുന്ന രാഷ്ട്രം എന്ന് പറഞ്ഞാലും അവരുടെയിൽ ആണവായുധങ്ങൾ ഉണ്ട് എന്ന് എല്ലാവരും അംഗീകരിക്കപ്പെട്ട സാധനമാണ്. രണ്ട് ആണവ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധം ആവുകയാണെങ്കിൽ ഇതാണ് അവസ്ഥ. യെസ്, ഞാൻ ആ പോയിന്റിൽ തന്നെയാണ് വരുന്നത്. ഇത് ഈ വെറി പിടിച്ച് ISIയുടെയും അല്ലെങ്കിൽ ജിഹാദികൾ കൺട്രോൾ ചെയ്യുന്ന ഡിഫൻസ് ഫോഴ്സസിൻ്റെയോ ഒരു മിസ്ഗൈഡഡ് പീപ്പിളിൻ്റെ അണ്ടറിൽ ഇങ്ങനെയുള്ള പവർ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് അങ്ങേയറ്റം ദുഷ്കരമാകുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ എൻ്റെ സജഷൻ വെച്ചത്. ഈ ടെററിസ്ഥാനെ ശരിയാക്കണമെന്നുണ്ടെങ്കിൽ അതിന് അവിടെ ഗവൺമെന്റിന് സ്റ്റെബിളായിട്ടുള്ള ഒരു ഗവൺമെന്റ് വരാൻ നമ്മളുടെ ഇടപെടൽ നടത്തണം. ഒരു സ്റ്റെബിലിറ്റി ഉള്ള ഒരു ഗവൺമെന്റ് വരാതെ അവിടെ ടെററിസം കർബ് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്, ആദ്യം മുതൽ തന്നെ ഞാൻ പറയുന്നത്, അവിടെ നമ്മുടെ ഇൻഫിൽട്രേഷൻ റൂട്ടുണ്ട്. നമ്മൾ വിട്ടുകൊടുത്ത റൂട്ട് നമ്മൾ കറക്റ്റ് ചെയ്യണം.
ബൈ മിസ്റ്റേക്ക് ആയിരിക്കാം വിട്ടുകൊടുത്തിട്ടുള്ളത്. അതൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം ചർച്ച ചെയ്ത് അതിനെക്കുറിച്ചിട്ട് പറയുന്നില്ല. ഇവിടെയാണ് പൊളിറ്റിക്കൽ ആംഗിൾ വന്നത്. ഒരേ ഒരു ഹോം മിനിസ്റ്റർ, എക്സ് ഹോം മിനിസ്റ്ററിന്റെ പേരെടുത്തത് കൊണ്ട് മാത്രം ഒരു പൊളിറ്റിക്കൽ ആംഗിൾ എടുക്കേണ്ട ആവശ്യമില്ല. കാര്യം അന്ന് നടന്ന എക്സാക്റ്റ് ആയിട്ട് ഓൺ ഗ്രൗണ്ടിൽ നോൺ പൊളിറ്റിക്കലായിട്ട് നടന്ന സംഭവമാണ് ഞാൻ പറഞ്ഞത്. അതിനെ ആ ആംഗിളിൽ കാണേണ്ട യാതൊരുവിധ കാര്യവുമില്ല. ഐ ആം ഓൾവേസ് ബി പോസിറ്റീവായിട്ട് അതേ രീതിയിൽ തന്നെയാണ് ഇന്ന് വരെ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ വൈകാരികതയോടെ അല്ല പറയുന്നത്. അല്പം വൈകാരികത ഉൾക്കൊള്ളും ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സസിന്. ഇന്ന് 2 സഹോദരന്മാരെയാണ് ഹൈദരാബാദിലോട്ട് പോയത്. എനിക്ക് വികാരം ഉണ്ടാവും, യാതൊരു സംശയവുമില്ല. അതിനകത്ത് എൻ്റെ സഹോദരങ്ങൾ, ഇപ്പം ഖുറൈഷിയുടെ കാര്യം പറഞ്ഞല്ലോ. ഷീ വാസ് എ ലേഡി കേഡറ്റ് 99-ൽ. ഞാൻ ഓഫീസർ ട്രെയിനിങ് അക്കാഡമിയിൽ അന്ന് ഇൻസ്ട്രക്ടറായിരുന്നു. ശിവാജി ബറ്റാലിയനിൽ സോജില്ല കമ്പനിയിൽ ഷീ വാസ് എ ലേഡി കേഡറ്റ്. അവിടെ നിന്നാണ് കമ്മീഷനായത്. പക്ഷെ അതിനെക്കുറിച്ചിട്ട് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഞാൻ പറയുന്നില്ല. അന്നത്തെ സിസ്റ്റം, അന്ന് ഷോർട്ട് സർവീസ് കമ്മീഷൻ മാത്രമുള്ളായിരുന്നു. ഗവൺമെന്റ് പെർമനന്റ് കമ്മീഷൻ കൊടുക്കുന്നില്ലായിരുന്നു ആർക്കും 5 വർഷം. അത് കഴിഞ്ഞതിന് ശേഷമാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ വന്ന് എല്ലാവരെയും റെഗുലർ കമ്മീഷൻ ആക്കി എക്സ്റ്റെൻഡ് ചെയ്ത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അത് പെർമനന്റ് കമ്മീഷൻ വരെ ആക്കിയിട്ടുള്ളത്. അത് ടൈം എടുക്കുന്നതാണ്. അന്ന് മൊബൈൽ ഫോൺ ഇല്ലായിരുന്നല്ലോ, ഇന്ന് മൊബൈൽ ഫോൺ ഉണ്ടല്ലോ എന്ന് പറയുന്നതിന് ഒരു അർത്ഥവുമില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ പറയുന്നത് വളരെ വ്യക്തമായിട്ട്, ഇൻ ബിറ്റ്വീൻ ഈ ടെററിസം അതായത് സിന്ദൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെററിസ്ഥാനിലുള്ള തീവ്രവാദത്തിന്റെ കട വെട്ടിക്കളഞ്ഞു, അതിന്റെ ബ്രാഞ്ച് വെട്ടിക്കളഞ്ഞു, അതിനൊന്നുമില്ല. ഇപ്പോഴും റൂട്ട് അവിടെ തന്നെ നിൽക്കുവാണ് മിസ്റ്റർ ബിട്ടാസ്. ആ റൂട്ട് അടുത്ത മഴയ്ക്ക് വീണ്ടും തളിർക്കും. ആ തളിർത്തു കഴിഞ്ഞാൽ 6 മാസം കഴിഞ്ഞ് 9 മാസം കഴിഞ്ഞ് ഐസൊലേറ്റഡ്, നമ്മൾ സാധാരണ ഭാഷയിൽ പറഞ്ഞ ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ടുള്ള തീവ്രവാദ ആക്രമണങ്ങൾ വീണ്ടും ഉണ്ടാവും. അപ്പോൾ ഹൂ ഈസ് റെസ്പോൺസിബിൾ? അതെല്ലാം കൂടി ഒന്ന് കൂട്ടി വായിച്ചേ, അക്ഷരധാം മുതലുള്ളത് കൂട്ടി വായിരേ. അപ്പോൾ നമുക്ക് മനസ്സിലാകും. ഞാൻ ഒരിക്കലും ഒരു രാഷ്ട്രീയവും ഒരു കാര്യത്തിലും പറയുന്ന ആളല്ല. പക്ഷേ ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സസിന്റെ ആ ഒരു ഡിഫിക്കൽട്ട് ടെറൈനിൽ പോലും ഇപ്പോഴും പറഞ്ഞല്ലോ. എന്തുകൊണ്ട് ഞാൻ അതിന് നഖശികാന്തം എതിർത്തതാണ്, ജീവനോടെ ടെററിസ്റ്റുകളെ പിടിക്കണമെന്നുള്ളത്. അതൊരു ബാഡ് ഉദ്ദേശമായിരുന്നു എന്ന് ഞാൻ വളരെ സ്പഷ്ടമായിട്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാര്യം ഈ ടെററിസ്ഥാന് ജീവനോടെ കൊടുത്താൽ പോലും അവർ അഡ്മിറ്റ് ചെയ്യില്ല. അവർ പറയും അവർ കാശ്മീരികളാണെന്നേ പറയുള്ളൂ. അത് ഗവൺമെന്റ് ചെയ്ത ഒരു ഏറ്റവും മോശമായിട്ടുള്ള ഒരു ഇടപാടാണെന്ന് വളരെ സ്പഷ്ടമായിട്ട് ഓപ്പണായിട്ട് ഞാൻ പറഞ്ഞതാണ്. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇന്ന് വരെ ഒരു ടെററിസ്റ്റിനെ നമുക്ക് നാബ് ചെയ്യാൻ പറ്റാതെ. ഷൂട്ട് അറ്റ് സൈറ്റ് ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും വി ഷുഡ് ഹാവ് ഗോട്ട് ദ ഡെഡ് ബോഡീസ്. അങ്ങനെ അതിൻ്റെതായിട്ടുള്ള ഓരോരോ ലിമിറ്റേഷൻസ് ഉണ്ട്. അത് ചില സമയത്ത് ഞാൻ പറയാറുണ്ട്, ഡിഫൻസ് ഫോഴ്സസ് ഈസ് ലൈക്ക് ദാറ്റ്. കാല് കെട്ടിയിട്ട് പന്ത് കളിക്കാൻ പറയും, പന്ത് കളിച്ചാൽ മാത്രം പോരെ, ഗോൾ അടിക്കണം. ആ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ബിക്കോസ് വി ആർ അണ്ടർ ദി ഗവൺമെന്റൽ, ദാറ്റ് മീൻസ് ഡെമോക്രാറ്റിക്കലി ഇലക്ടഡ് ഗവൺമെന്റ് കൺട്രോൾ. അതിനുള്ള തെരച്ചിൽ ഒരുപക്ഷെ ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയില്ല. ഇപ്പൊ ഇനി ഈ പറയുന്ന ഭീകരവാദികൾ നമ്മുടെ സൈന്യത്തിന്റെ പക്കലുണ്ടോ എന്ന കാര്യം നമുക്കറിയില്ല. അവരുടെ കൂടെ ഇൻപുട്സ് കിട്ടിയിട്ടാണോ ഈ പറയുന്ന 9 ഭീകരവാദ കേന്ദ്രങ്ങൾ എന്ന് നമുക്കറിയില്ല. നമുക്കറിയാത്ത കുറെ കാര്യങ്ങളുണ്ടല്ലോ. അതൊക്കെ സമയമാകുമ്പോൾ നമ്മൾ അറിയുകയും ചെയ്യും. ഞാൻ പി ജെ വിൻസെന്റ് ഈ ബലൂചിസ്ഥാനിലെ ഒരു മിറിയാർ ബലൂച്ച് എന്ന് പറയുന്ന അവിടുത്തെ ഒരു ആക്ടിവിസ്റ്റ്, അവിടുത്തെ എഴുത്തുകാരൻ, അവിടുത്തെ ഒരു ഫ്രീലാൻസ് ജേർണൽ, ഞാൻ നേരത്തെ എക്സിൽ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ മിറിയാർ ബലൂച്ച് ഏറ്റവും ഒടുവിൽ എഴുതുന്ന ഒരു എക്സാൻഡിൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യ ബലൂജ് ആർമിക്ക് അടിയന്തരമായി ഫണ്ടിങ് തുടങ്ങണം. ഒരു ഫണ്ടുമില്ലാതെ, ഒരു ആയുധവുമില്ലാതെ അവർ പാക് പട്ടാളത്തിന് മേൽ നടത്തുന്ന വലിയ അധിഷ്ഠങ്ങളെപ്പറ്റി മിറിയാർ കാര്യമായി തന്നെ പറയുന്നുണ്ട്. ശ്രീ പി ജെ വിൻസെന്റ്, നോക്കൂ, അവിടെ നിന്ന് ഇപ്പോൾ അതിർത്തിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബലൂചിസ്ഥാനിൽ നിന്നും സൈന്യത്തിൻ്റെ സാന്നിധ്യം ഒന്ന് കുറയുമ്പോഴേക്കും അവർ ആഞ്ഞു പൊട്ടുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പാക് പട്ടാളത്തിലെ ഉദ്യോഗസ്ഥരെ ഒരുപാട് വധിക്കുകയാണ്, അവരുടെ കൊറ്റ പിടിച്ചെടുക്കുകയാണ്, എണ്ണപ്പാടങ്ങൾ പിടിച്ചെടുക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന രീതിയിൽ തടവുകാരെ മോചിപ്പിച്ച് 7 പാക് പട്ടാളക്കാരെ വെടിവെച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നേരത്തെ ശ്രീ മോഹൻ വർഗീസ് പറയുന്നത് പോലെ അതിർത്തിയിലെ ഈ ഇന്ത്യയുമായുള്ള പ്രശ്നം എത്രത്തോളം നാൾ നീളുന്നോ അത്രയും നാൾ ബലൂചിസ്ഥാൻ കൂടുതൽ ശക്തമാകുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പാകിസ്ഥാൻ എന്ന രാഷ്ട്രം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുകയാണോ ശ്രീ പി ജെ വിൻസെന്റ്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ബലൂചിസ്ഥാനിലെ പ്രശ്നം യഥാർത്ഥത്തിൽ ഒരു സവിശേഷമായി പരിഗണിക്കേണ്ട ഒന്നാണ്. പാകിസ്ഥാനിലെ ഭൂവിസ്തൃതികൊണ്ട് ഏറ്റവും വലിയ സംസ്ഥാനം, ഏറ്റവും വലിയ പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ. ബലൂചിസ്ഥാൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവിടെ എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഗൊദാർ എന്ന തുറമുഖമാണ്. ആ തുറമുഖം വളരെ പ്രധാനപ്പെട്ടതാണ്. ചൈനയാണ് ആ തുറമുഖം ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഈ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ അവസാനിക്കുന്നത് ഗൊദാർ തുറമുഖത്താണ്. ഈ ഗൊദാർ തുറമുഖം ബലൂചിസ്ഥാൻ്റെ തെക്ക് പടിഞ്ഞാറ്
തീരത്ത് സ്ഥിതി ചെയ്യുകയാണ്. അതോടൊപ്പം ബലൂചിസ്ഥാൻ ലോകത്തിലെ ഏറ്റവും അധികം അപൂർവമായ മിനറൽസും ലോഹങ്ങളുമുള്ള സ്ഥലമാണ്. ടൈറ്റാനിയം, ടങ്സ്റ്റൺ പോലെയുള്ള അപൂർവമായിട്ടുള്ള ലോഹങ്ങൾ ധാരാളമുണ്ട്. ഇപ്പോഴവിടുത്തെ സ്ഥിതി എന്താ വെച്ചാൽ, ഈ ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കൊറിഡോറിൻ്റെ ഭാഗമായി ഗുദാർ മേഖലയുടെ നിയന്ത്രണം ചൈനക്കാരുടെ കയ്യിലായിരിക്കുന്നു. അവിടുത്തെ മൈനിങ് ഓപ്പറേഷൻസ് മുഴുവൻ നടത്തുന്നത് ചൈനയാണ്. അപ്പം ബലൂജികളുടെ ഒരു വികാരം പാകിസ്ഥാൻ ബലൂചിസ്ഥാനെ ഒരു കോളനിയാക്കി വെച്ചിരിക്കുന്നു എന്നതായിരുന്നു ആദ്യം ഉണ്ടായ വികാരം. ഇപ്പോഴാകട്ടെ പാകിസ്ഥാൻ ബലൂചിസ്ഥാനെ കോളനിയാക്കി ചൈനയ്ക്ക് കൈമാറിയിരിക്കുന്നു എന്ന വികാരമാണ് അവിടെ ശക്തമായി നിൽക്കുന്നത്. അതുകൊണ്ട് ചൈനക്കാരെയും ചൈനക്കാരുടെ ഓപ്പറേഷൻ സെൻറ്റേഴ്സിനെയും കേന്ദ്രീകരിച്ച് എത്രയോ ആക്രമണങ്ങൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി നടത്തി. അപ്പോൾ അത്തരത്തിൽ ഒരു ശക്തമായ വൈദേശിക വിരുദ്ധ വികാരം, അതായത് ചൈന വിരുദ്ധ വികാരവും പാകിസ്ഥാനിലെ ഇസ്ലാമാബാദ് ഭരിക്കുന്ന സർക്കാരിൻ്റെ സൈനിക മേധാവിത്വത്തിനെതിരായിട്ടുള്ള വികാരവും അവിടെ ശക്തമാണ്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ ബലൂചിസ്ഥാനിൽ ഉണ്ടാവുന്നത്. പക്ഷേ ഇവിടെ ഈ യുദ്ധത്തെ സംബന്ധിച്ച് പറയുമ്പോൾ എനിക്ക് അല്പം ചരിത്രം പറയാൻ താങ്കൾ അനുവദിക്കുകയാണെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇന്ത്യക്കാരുടെ മനസ്സിൽ അവർ നിരന്തരമായി വഞ്ചിക്കപ്പെടുന്നു എന്നുള്ള ബോധം രൂഢമൂലമായിട്ടുണ്ട് എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. 1950-കളിൽ ലോകത്തിലെ ഏറ്റവും ഉയർന്ന സൗഹൃദമായിരുന്നു ഇന്ത്യ ചൈന ഭായ് ഭായ്. അതിൽ എം മുകുന്ദൻ എഴുതിയിട്ടുള്ള ഡൽഹി ഗാഥകളിലെ ഒരു കഥയിൽ ശ്രീധരൻ വേണ്ടി മരിച്ചു പോകുന്നുണ്ട്. 65,000-ഓളം ചൈനീസ് പട്ടാളക്കാർ ഇന്ത്യയിലേക്ക് വരുമെന്ന പത്രവാർത്ത വായിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചൗവിൻലായിയുടെ ചിത്രത്തിലേക്ക് നോക്കി, ഇന്ത്യ ചൈന ഭായ് ഭായ് 100 പൂക്കൾ വിടരട്ടെ എന്ന് പറഞ്ഞ് കണ്ണ് മേലോട്ട് മറഞ്ഞു, തല വലത്തോട്ട് ചെരിഞ്ഞു. അദ്ദേഹം മാസീവ് ഹാർട്ട് അറ്റാക്ക് മരിച്ചുപോയി. അപ്പോൾ സഹദേവൻ എന്ന സുഹൃത്ത് വിലപിക്കുന്നത്, ചൗവിൻലായ് നീ എന്തിന്, കൊമറേഡ് ചൗവിൻലായ് നീ എന്തിന് ഈ കടുങ്കൈ ചെയ്തു എന്നാണ്. അപ്പോൾ 1959-ലെ ടിബറ്റ് അധിനിവേശവും 1962-ലെ ചൈന ഇന്ത്യ ആക്രമിച്ചതൊക്കെ ഇന്ത്യൻ മനസ്സിലുണ്ടാക്കിയിട്ടുള്ള വികാരം, ആത്മാർത്ഥമായി സ്നേഹിച്ച് ഞങ്ങളെ അക്ഷരം പ്രതി വഞ്ചിച്ച് ഇത്രയും നമ്മുടെ സ്വന്തം സഹോദരനെ പോലെയാണ് ചൈനക്കാരെയും, ചൗവിൻലായൊക്കെ ഇവിടെ നമ്മളുടെ ഏതോ ബെല്ലിയേട്ടനെ പോലെയാണ് ഇവിടുത്തെ ആളുകൾ കണ്ടിരുന്നത്. അത് നെഹ്റുവിനുണ്ടാക്കിയിട്ടുള്ള വികാരം, കൃഷ്ണമേനോനുണ്ടാക്കിയിട്ടുള്ള വികാരം, ഇന്ത്യയിലെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ള ഇന്ത്യൻ ജനങ്ങൾ ചതിക്കപ്പെട്ടു മാരകമായി എന്ന വികാരം ഇത് ചൈനയോട് നിലനിൽക്കുകയാണ്. ഇതുപോലെ തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ചുള്ള ചരിത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഓരോ ഘട്ടത്തിലും യുദ്ധവിജയം നേടിയ സന്ദർഭങ്ങളിലെല്ലാം 1961-ൽ യുദ്ധവിജയം നേടി നമുക്ക് കിട്ടിയതെല്ലാം അപ്പടി തിരിച്ചു കൊടുത്ത് 1966-ൽ താഷ്കന്റ് ഉടമ്പടി ഒപ്പുവെച്ചു. 1971-ൽ വമ്പൻ യുദ്ധവിജയം നേടിയിട്ട് ഒന്നും കയ്യിൽ വെക്കാതെ 1,00,000 പട്ടാളക്കാരെയും തിരിച്ചു കൊടുത്തു. നമ്മൾ പിടിച്ചെടുത്ത മുഴുവൻ പ്രദേശവും ഏകപക്ഷീയമായി പാകിസ്ഥാന് കൊടുത്ത് കരാറുണ്ടാക്കി. അതും 1949-ലെ വെടിനിർത്തൽ രേഖയാണ് ലൈൻ ഓഫ് കൺട്രോളായി സിംല കരാറിൻ്റെ അടിസ്ഥാനത്തിൽ അംഗീകരിക്കുന്നത്. 1999-ൽ നോക്കൂ, 12 കിലോമീറ്റർ ഉള്ളിലേക്ക് കടന്നു വന്ന് ഇന്ത്യൻ പ്രദേശങ്ങൾ പിടിച്ചെടുത്ത കാർഗിലിലെ ഭീകരരെ പുറത്താക്കിയതല്ലാതെ അപ്പുറം കടന്ന് നമ്മളൊന്നും ചെയ്തില്ല. അതിനുശേഷം 2001 മുതൽ 2025 വരെയുള്ള കഥ ക്ഷമിക്കണം, എന്റെ സമയം പൂർണ്ണമായി കഴിയുന്നു. എനിക്ക് ജോൺ ബുട്ടാസിനെ കുറിച്ച് കൂടി പോകാനും കഴിയുന്നതിനോട് ക്ഷമിക്കണം. അമൃത്സറിൽ ബ്ലാക്ക് ഔട്ട് എന്ന വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. ജമ്മുവിൽ ബ്ലാക്ക് ഔട്ടാണ്, ജാഗ്രതാ സഹകരണം അവിടെ മുഴങ്ങുന്നു. പൂഞ്ചിൽ കനത്ത ഷെല്ലിംഗ് ഉണ്ട്. ഉറി, കുപ്വാര എന്നിവിടങ്ങളിലും ബ്ലാക്ക് ഔട്ടാണ്. ബ്ലാക്ക് ഔട്ട് എന്തിനേലും മുന്നറിയിപ്പാണോ കേവലം ജാഗ്രത മാത്രമാണോ എന്നറിയില്ല. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ബാരാമുള്ളയിൽ ഇന്നും ബ്ലാക്ക് ഔട്ടാണ്. ഉറി, കുപ്വാര എന്നിവിടങ്ങളിൽ ബ്ലാക്ക് ഔട്ട് ഉണ്ട്. 5 സ്ഥലങ്ങളിൽ ബ്ലാക്ക് ഔട്ടാണ്. ജമ്മുവിൽ ബ്ലാക്ക് ഔട്ട് എന്നുള്ളതാണ് ഒരുപക്ഷെ നമ്മൾ ഇന്നലെ ഈ സമയം കഴിയുമ്പോഴേക്കും നമ്മൾ കണ്ടത്. ഈ ജമ്മുവിൻ്റെ ആകാശത്ത് മഴ പോലെ ഡ്രോൺ വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇന്നതിൻ്റെ തനിയാവർത്തനം ഉണ്ടാവാതിരിക്കട്ടെ, തനിയാവർത്തനം ഉണ്ടാകുമോ എന്ന കാഴ്ച എന്ന ആകാംക്ഷ നിലനിൽക്കുന്നു. ആശങ്ക എന്ന വാക്ക് ഉപയോഗിക്കാത്തതിന് കാരണം അത് അങ്ങനെ മഴ പോലെ വന്നാലും ഒറ്റൊരെണ്ണം പോലും നിലം തൊടാതെ നിലംപരിച്ചാക്കാൻ കഴിവുള്ള വ്യോമ പ്രതിരോധ സംവിധാനം നമുക്ക് വിശ്വാസമുണ്ട് 100%. 28 വിമാനത്താവളങ്ങളുടെ അടച്ചിടൽ മെയ് 15 വരെ നീട്ടി എന്നൊരു വാർത്ത കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ജമ്മു, അമൃത്സർ, ഫിറോസ്പൂർ എന്നിവിടങ്ങളിൽ ഇന്നും ഡ്രോണുകൾ. ജമ്മു, അമൃത്സർ, ഫിറോസ്പൂർ എന്നിവിടെ ഇന്നും ഡ്രോണുകൾ. ഇന്നലത്തെ ഏതാണ്ട് അതേ തന്ത്രം പാകിസ്ഥാൻ വീണ്ടും ആവർത്തിക്കുന്നു വേണം പറയാൻ. 8:30 ആകുമ്പോഴേക്കും കുറേ ഡ്രോണുകൾ എടുത്ത് ഇങ്ങോട്ടേക്ക് വിടുക. അത് ഇന്ത്യൻ ആകാശ നിലംപരിശാവുക, താഴെ ഭസ്മമായി ഇന്ത്യൻ മണ്ണിലേക്ക് വീഴുക എന്നുള്ളത് ഇന്നും സംഭവിക്കുന്നുണ്ട്. സാംബയിൽ പാകിസ്ഥാൻ്റെ ആദ്യ ഡ്രോൺ ഇന്ത്യ തകർത്തു. ജമ്മു, അമൃത്സർ, ഫിറോസ്പൂർ എന്നിവിടങ്ങളിൽ ഇന്നും ഡ്രോണുകൾ വരുന്നു. എക്സ്പ്ലോഷൻസ് ഹേർഡ് ഇൻ സാംബാസ്, ഇന്ത്യൻസ് എയർ ഡിഫൻസ് ഇന്റർസെപ്റ്റ് പാകിസ്ഥാനി ഡ്രോൺ ബ്ലാക്ക് ഔട്ട്. ബ്ലാക്ക് ഔട്ടിന് ഇടയിലും ഡ്രോണുകൾ എന്നുള്ള അവരുടെ പരിപാടി ഇന്നും തുടരുന്നുണ്ട്. അത് ഏതളവിൽ ഏത് എക്സ്റ്റൻറ്റിൽ പോകുന്നു എന്നതാണ് ഇനി അറിയേണ്ടത്. അതിനുള്ള ഇന്ത്യയുടെ തിരിച്ചടി ഏത് എക്സ്റ്റൻറ്റിലേക്ക് പോകുന്നു. ഇനി ഇത്തരത്തിൽ പ്രകോപനം പിന്നെയും ആവർത്തിക്കുകയാണെങ്കിൽ അതിന് അതിശക്തമായ മറുപടി ഒരുപക്ഷെ കൊടുക്കേണ്ടി വരും. നേരത്തെ പറയുന്നത് പോലെ അറിയാത്ത പിള്ള അറിയേണ്ടത് ചൊറിയുമ്പോഴാണ്. എൻകൗണ്ടർ പൂർണ്ണമാവുന്നു.